എപ്പോഴും കപ്പിൾസിനെ നമ്മളെ കൂടെ നിർത്തുക നല്ലത്. എന്നാൽ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അവർക്കും എന്താവും, ടു എൻ എക്സ്റ്റെൻഡ് അവർക്ക് മനസ്സിലാവും. അപ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത വഴക്കുകളും കാര്യങ്ങളൊക്കെ പിന്നെ കുറേ കുറയും. ടുഗെദർ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് ഒരാളെ ക്രിറ്റിസിസം ചെയ്യാൻ വേണ്ടി വിളിക്കണ്ട, അല്ലെങ്കിൽ തന്നെ നല്ല ക്രിറ്റിസൈസ് അയക്കാലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഭയങ്കര സത്യമാട്ടോ. അല്ല 30ാമത്തെ വയസ്സായപ്പോഴേക്കും എന്നോട് പറഞ്ഞു എനിക്ക് 30 വയസ്സാവുന്നേ ഉള്ളൂ ആയിട്ടേ ഉള്ളൂ, 3 കുട്ടികളായി ഇപ്പൊ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലെല്ലാം സഭയൊക്കെ കിട്ടുന്നത് വെച്ചത് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാത്രി 3 മണി 4 മണിയൊക്കെ നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ കസ്റ്റമേഴ്സിന് റിപ്ലൈ ചെയ്യും. ബിക്കോസ് നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് ഫേസിൽ വരുന്ന ഓരോ കസ്റ്റമേഴ്സും ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ നമ്മൾ പെട്ടെന്ന് റിപ്ലൈ ചെയ്യാന്നുള്ളത്. സോ ഇന്ന് നമുക്കൊരു ഭയങ്കരമായിട്ട് വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു സെഷനാണ്. ഇപ്പം പുറത്ത് നിൽക്കുന്നവരൊക്കെ ഒന്ന് അകത്തേക്ക് കയറി നോക്കുക, ഇരിക്കുക. ദെൻ വി സ്റ്റാർട്ട് ഒരു കോൺവെർസേഷനാണ്, നമ്മളൊരു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള കോൺവെർസേഷനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു സെഷനിൽ നമ്മളുടെ തീം എന്ന് പറയുന്നത് കപ്പിൾ ഓൺടർപ്രണേഴ്സ് മിഷൻ ബാലൻസിങ് ലൈഫ് ആൻഡ് ബിസിനസ് അല്ലേ. സോ എങ്ങനെയാണ് ലൈഫ്, എങ്ങനെയാണ് ബിസിനസ്, പലപ്പോഴും നമ്മളെല്ലാവരും ചിന്തിച്ച് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ പല മോട്ടിവേഷൻ വീഡിയോകളിലും കണ്ടുവച്ചിട്ടുള്ളൊരു കാര്യമാണ്. ലൈഫ് വേറെയാണ്, ബിസിനസ് വേറെയാണ്. ഓക്കെ, പക്ഷേ ഇവിടെ അത് നേരെ ഒരു എന്താ പറയുക കോൺസെപ്റ്റ് നേരെ മറിയുന്ന അല്ലെങ്കിൽ നേരെ ചേഞ്ച് ആകുന്ന ഒരു മൊമെൻറ്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈഫും ബിസിനസ്സും ഒരുപോലെ എങ്ങനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് നോക്കുന്ന ഒരു സെഷനായിരിക്കും ഇത്. സോ ലെറ്റ്സ് വെൽക്കം, thank you for joining with me for this wonderful session. So first question to Naurin, എൻ്റെ അടുത്തിരിക്കുന്ന നൗറിൻ ആയതുകൊണ്ട് ചോദിക്കാം. സോ ഫെമിസേഫ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അല്ലേ, ഇന്ന് കേരളത്തിൽ നിന്ന് ഇറക്കി ഇന്ന് ഓൾ ഇന്ത്യ ലെവലിൽ സെല് ചെയ്യുന്നുണ്ട്, ഗ്ലോബലി സെല് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ കറൻ്റ്? യെസ്, നമ്മൾ യുഎയിൽ അവൈലബിൾ ആണ്. യുഎയിൽ അവൈലബിൾ ആണ്. സോ ഓൾമോസ്റ്റ് എത്ര കൺട്രീസിലേക്കാണ് നമ്മൾ എക്സ്പാൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എത്ര കൺട്രീസ് വെച്ചാൽ ലൈക്ക് ഒബ്വിയസ്ലി വി വുഡ് വോണ്ട് ടു ബി അവൈലബിൾ വേൾഡ് വൈഡ്. പക്ഷേ ഇപ്പം ആസ് ഓഫ് നൗ വി ആർ ഫോക്കസിങ് ഓൺ ഇപ്പം ഇന്ത്യ ഓൾറെഡി വി ആർ അവൈലബിൾ ആൻഡ് നെക്സ്റ്റ് വിൽ ബി GCC. ഓക്കെ, ഫൈൻ. സോ ഫെമിസേഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ആളുകൾക്കും ഈ ബ്രാൻഡ് എന്താണെന്ന് അറിയാം. സോ നൗറിൻ തന്നെ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആ ബ്രാൻഡിനെ കുറിച്ചിട്ടൊന്ന് പറയാൻ ഐ തിങ്ക്. സോ പ്ലീസ് ഒരു 1 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ എന്താണ് ബ്രാൻഡ് എന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ ബെറ്ററായി. Sure. First of all, very good afternoon to one and all. And okay, so FemiSafe എന്ന് പറയുന്ന ഒരു ഫീമെയിൽ വെൽനെസ് ആൻഡ് ഹൈജീൻ D2C ബ്രാൻഡാണ്. നമ്മൾ 2020 കോവിഡ് ഏറ്റവും പീക്കായിരിക്കുന്ന സമയത്തായിരുന്നു നമ്മൾ FemiSafe തുടങ്ങിയത്. ആൻഡ് ഞാൻ ഒറ്റയ്ക്കല്ല, ഐ ഹാവ് മൈ co-founder / husband. And we both run the business together. So the FemiSafe ഒരു whole idea is to make a woman's life easy, convenient. And നമ്മളുള്ള പ്രോഡക്ട്സും അങ്ങനത്തെ തന്നെയാണ്. വി ഹാവ് പീരിയഡ് കെയർ പ്രോഡക്ട്സ്, ഗ്രൂമിങ് പ്രോഡക്ട്സ് ഉണ്ട്, അതുപോലെ ഇൻറ്റിമേറ്റ് കെയർ പ്രോഡക്ട്സ്. ആൻഡ് വി ആർ അവൈലബിൾ എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ അവൈലബിൾ ആണ്. ആൻഡ് വി ആർ ദർ ഓൾ ഇന്ത്യ. ആൻഡ് നെക്സ്റ്റ് ആസ് ഐ സെഡ്, സൽമാനോട് ഓൾറെഡി പറഞ്ഞ പോലെ നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ GCCയിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ളതാണ്. സോ നസീഫ്, എങ്ങനെയുണ്ടായിരുന്നു ഫെമിസേഫിൽ വൈഫിൻ്റെ കൂടെയുള്ള യാത്ര? സോ ജസ്റ്റ് അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സോ ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. ഒറ്റ വാക്കിലെ ജേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ റോളർ കോസ്റ്റർ റൈഡ്. ഓക്കെ, സോ മച്ച് ഫൺ, സോ മച്ച് ഓഫ് അഡ്രിനാലിൻ, സോ മച്ച് ഓഫ് ചാലഞ്ചസ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ കുറേ കഷ്ടപ്പെട്ട് കിട്ടുന്ന ചെറിയ ചെറിയ വിൻസ് ഇല്ലേ, അതാണ് ഇതിനകത്തുള്ള ദ ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ് ഓർ ദ ബിഗ്ഗസ്റ്റ് ഹൈ. സോ ഭാര്യൻ്റെ കൂടെ ഇങ്ങനെ പുറത്ത് അടിച്ചു പൊളിച്ച് നടക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം എന്തായാലും വീട്ടിൽ നിന്നുണ്ടാവും അല്ലേ? സോ വൈഫിൻ്റെ കൂടെ ഇങ്ങനെ പുറത്ത് അടിച്ചു പൊളിച്ച് നടക്കുകയാണോ, വീട്ടിലൊന്നും ഇരിക്കുന്നില്ലേ, പരിപാടികൾ നടത്തണ്ടേ എന്നുള്ള ക്വസ്റ്റ്യൻസ് വീട്ടിൽ നിന്ന് ഉണ്ടാവാറുണ്ടോ? ഇല്ല. പക്ഷേ മലബാറിലുള്ള എസ്പെഷ്യലി മലബാറിലുള്ള എല്ലാ ഫാമിലി ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നൊരു വിഷയമാണ് അല്ലേ ഈ ഒരു ചോദ്യം. ആദ്യമൊക്കെ ഫാമിലിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഒരു പോയിന്റ് കഴിയുമ്പോൾ ഫാമിലിക്ക് മനസ്സിലായി നമ്മളെ ജേണി കുറച്ച് ഡിഫറെൻ്റ് ആണെന്നുള്ളതും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതും. അതുകൊണ്ട് ഇപ്പം നമ്മളെ വൈക്ക് വിട്ടിരിക്കുകയാണ് അവർ. നന്നാവില്ല, ഫാമിലിനെ കൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. സോ താങ്ക് യു നസീഫ് ആൻഡ് സൈമ. സോ സൈമ, ഞാനിന്ന് ജസ്റ്റ് TGH താര ഗ്ലോബൽ ഹോൾഡിങ്സിൻ്റെ ഫൗണ്ടേഴ്സാണ് സൈമ ആൻഡ് നദീം. അതിനണ്ടറിൽ 6ഓളം ബ്രാൻഡുകൾ ഇന്ന് മലപ്പുറത്ത് നിന്നും ഗ്രോ ചെയ്ത് ഇന്ന് ഓൾ ഇന്ത്യ ലെവലിൽ സെയിൽ ചെയ്യുന്ന പല പ്രോഡക്ട്സുകളും ഉണ്ട്, പല ബ്രാൻഡുകളും ഉണ്ട്. സൈമ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഡെലിവറി കഴിഞ്ഞ് 40th ഡേ കഴിഞ്ഞിട്ടേ ഉള്ളൂ.
സോ ഐ എം വെരി പ്രൗഡ് ആൻഡ് തീർച്ചയായിട്ടും നല്ലൊരു ക്ലാപ്സ് കൊടുക്കുക ഇവരെല്ലാവർക്കും. കാരണം നല്ലൊരു ഇനീഷ്യേറ്റ് ഒരു ബ്രാൻഡ് ബിസിനസ് സ്റ്റേ ചെയ്യുന്ന സമയത്ത് പല ചലഞ്ചസ് ഉണ്ടാവും. പക്ഷെ അത് ഓവർകം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കിവിടെ ഇരുന്ന് ഇവരിലൂടെ നമുക്ക് പഠിക്കാം അല്ലേ? സത്യം. സോ എങ്ങനെയുണ്ട് ഹസ്ബൻഡ് കൂടെയുള്ള ബിസിനസ്? ഹസ്ബൻഡിനോട് ബിസിനസ് ഇപ്പൊ ഞാൻ ഇരിക്കുന്ന കണ്ടില്ലേ, അത് തന്നെയാണ് എന്റെ സക്സസ്. സോ നദീമിനാണ് കയ്യടി കൂടുതൽ കിട്ടേണ്ടത് അല്ലേ? സോ പ്ലീസ് ഓഡിയൻസ്. ശരിക്കും ഓക്കെ, എന്നെക്കാട്ടും കൈയടി ചിലപ്പോൾ നദീമിനാണ് കിട്ടേണ്ടത്. കാരണം ഞാൻ ഇപ്പോൾ ഈ ഡെലിവറി ഒക്കെ ആയിപ്പോൾ പ്രഗ്നൻസി ടൈമിലും ഡെലിവറി ടൈമിലൊക്കെ മക്കളെ കൂടുതൽ കെയർ ചെയ്തിരുന്നത് നദീമായിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൈം എന്ന് പറയുന്നത് കുറച്ച് ഡിപ്രസ്ഡും മൂഡ് സ്വിങ്സും ഒക്കെ ഉള്ള ടൈമാണ്. അപ്പോൾ വേഗം മക്കളെ എടുത്തുകൊണ്ട് ഓടും. മീറ്റിംഗ് ആണെങ്കിലും ഇപ്പോൾ റീസെൻ്റ്ലി എറണാകുളത്തൊക്കെ ലുലുവിലൊക്കെ മീറ്റിംഗ് ഉണ്ടായിരുന്നുകൊണ്ടുണ്ട്. അപ്പം മക്കളെ എടുത്താണ് പോയിരുന്നത്. ഞാനും ഇൻവോൾവ് ആയിട്ടുള്ള ഈ ബിസിനസ്സിൽ എത്രയും എന്നെ സപ്പോർട്ടീവ് ആക്കാൻ പറ്റുന്നുണ്ടോ അത്ര എന്നെ കൂളാക്കി രണ്ട് ഭാഗവും എന്നെ കെയർ ചെയ്തും സപ്പോർട്ട് ചെയ്തും ചെയ്യുന്നത് നദീം തന്നെയാണ്. കാരണം ഫാമിലിയിലാണെങ്കിലും രണ്ടുപേരുടെയും എന്താണ് സ്റ്റാൻഡ് വേണം. ഇപ്പം ഞാൻ ഫാമിലി മക്കളുടെ മാത്രം നോക്കുമ്പോൾ നദീം വർക്കിൽ അങ്ങനെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം എപ്പോഴും രണ്ട് ഭാഗത്തും നദീം എനിക്ക് വേണ്ടി സപ്പോർട്ടീവായി നിൽക്കാറുണ്ട്. അതേപോലെ നദീമിൻ്റെ ബിസിനസ്സിലും ഞാൻ അതേപോലെ ടേക്ക് കെയർ ചെയ്തിട്ട് ഞങ്ങൾ ബിസിനസ് ഒരുപോലെ ഞങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. അത് തന്നെയാണ് തോന്നിക്കൊണ്ട് കപ്പിൾ ഓൺടർപ്രണേഴ്സിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. അതെ അതെ അതെ, താങ്ക് യു. നദീം എങ്ങനെ ഉണ്ടായിരുന്നു വൈഫിൻ്റെ കൂടെ ഉള്ളൊരു ജേണി? അല്ല, ബിസിനസ് ഞാൻ എപ്പോഴും പറയാറ് എന്താ അറിയോ, എപ്പോഴും കപ്പിൾസിനെ നമ്മളെ കൂടെ നിർത്തുക നല്ലത്. എന്നാൽ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അവർക്കും എന്താവും, ടു എൻ എക്സ്റ്റെൻറ്റ് അവർക്ക് മനസ്സിലാവും. അപ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത വഴക്കുകളും കാര്യങ്ങളൊക്കെ പിന്നെ എന്താവും കുറേ കുറയും. കാരണം നമ്മൾ എല്ലാതും ഈവൻ വീട്ടിലുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മളെ ബിസിനസ്സിലെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറേ പ്രശ്നങ്ങൾ അവിടെ തീരും. മറ്റേത് നമ്മൾ ഒരാൾ മാത്രം ബിസിനസ് ചെയ്യുന്നു, മറ്റേ ഇന്നും വീട്ടിലിരിക്കുമ്പോൾ ഒബ്വിയസ്ലി എന്താവും, നമ്മളെവിടെ എല്ലാ തലവേദനകളും കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും എനിക്ക് ബോധം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളോട് എന്തെങ്കിലും പറയുമ്പോഴൊക്കെ നമ്മൾ എന്താ ആർഗ്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ആവും. ബട്ട് രണ്ടാൾ ഒരേ വേവ് പോകുമ്പോൾ ഇറ്റ് വിൽ ബി പറയാനൊരേ കാര്യങ്ങളായിരിക്കും. അതായത് നിങ്ങളിപ്പം എല്ലാ പ്രഷറും ഈക്വലി ഷെയർ ചെയ്യുന്നതുകൊണ്ട് പിന്നെ പരാതികൾ ഉണ്ടാവില്ല എന്നാണ് അതിന്റെ അർത്ഥം അല്ലേ? ഇനിയിപ്പോ ഒരു വണ്ടിയിൽ പോവാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടൊക്കെ പറയാനൊരേ കാര്യക്കാലം വേറൊരു കാര്യങ്ങളും പറയണ്ടല്ലോ. ഇപ്പൊ പുറത്തത്തെ ഒരു കാര്യം പറയാനൊന്നും ഉണ്ടാവില്ല. ആൾക്കാരെ പറ്റി കുറ്റം പറയേണ്ട ആവശ്യമില്ല, സ്വന്തം കാര്യം തന്നെ. കാരണം ഇങ്ങനത്തെ കുറെ വിഷയം മറ്റേത് എന്താവും, നമ്മൾ എന്നും ഇപ്പോൾ ഇത്ര ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മൾ എന്നും വീട്ടിലിരുന്നിട്ട് എന്നും നമ്മളൊരു ഫേസ് കാണുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മളെന്നും ഈ മുഖങ്ങൾ തന്നെ എന്നും കാണുന്നത് എന്നുണ്ടെങ്കിൽ എന്നും നമുക്ക് വിഷയങ്ങളായിരിക്കും. കാരണം എന്താണ്, വി ഡോണ്ട് ഹാവ് എനിത്തിങ് ടു തിങ്ക് ബിയോണ്ട്. നേരെ മറിച്ച് നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങളിലും എന്നും സ്റ്റിക്ക് ഓൺ ആയിക്കാണ്ടും നമ്മളതേ അതിൻ്റെ ബിസിനസ്സിലും കാര്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേറെ പ്രശ്നങ്ങളോ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിലൊരു അണ്ടർസ്റ്റാൻഡിങ്, പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയാം കപ്പിൾ എൻ്റർപ്രണർഷിപ്പ് ഇറ്റ്സ് എ ഗുഡ് തിങ്. അതായത് അണ്ടർസ്റ്റാൻഡിങ് വേണം. കാരണം ഞാൻ പറയുന്നത് മാത്രം ശരിയാണെന്ന് അവളും ഫോഴ്സ് ചെയ്യാൻ പാടില്ല, അവൾ പറയുന്നത് ശരിയാണെന്ന് അവൾ എന്നെയും ഫോഴ്സ് ചെയ്യാൻ പാടില്ല. അതായത് ഞാൻ അവളെ ഭാഗത്ത് തിങ്ക് ചെയ്യണം, അവൾ എൻ്റെ ഭാഗത്ത് തിങ്ക് ചെയ്യണം. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇതിൻ്റെ മെയിൻ വർക്ക് ചെയ്യുന്നൊരു കാര്യം. അതല്ലാതെ ഞാൻ എൻ്റെ പാട്ടിൽ നിന്ന് തന്നെ മാത്രം തിങ്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, നൗറിന് എന്താണ് അതിൽ കൂടുതൽ അഭിപ്രായം? ഐ തിങ്ക് നദീം പറഞ്ഞ ശരിയാണ്. ബിക്കോസ് നമ്മൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നത് ഷെയർഡ് പ്രോബ്ലംസ് ഉള്ള ആൾക്കാരുടെ കൂടെയാണ്, റൈറ്റ്? മോർ ദൻ ഷെയർഡ് ഹാപ്പിനെസ്, ഇറ്റ് ഷെയർഡ് പ്രോബ്ലം. അപ്പോൾ ആസ് ഈ സെഡ്, ഇപ്പം എനിക്ക് നസീഫിനെ എനിക്ക് തോന്നുന്നു നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 4.5 years ആയി. സോ ഇറ്റ്സ് ലൈക്ക് വി ഡോണ്ട് ഹാവ് ഡിഫറെൻറ്റ് പ്രോബ്ലംസ്. നമ്മൾ രണ്ടുപേരും പ്രോബ്ലംസ് സെയിമാണ്. കൂടി വന്നു കഴിഞ്ഞാൽ ചിലപ്പം മേ ബി എനിക്ക് പീരിയഡ്സ് ആവുന്ന സമയത്ത് എന്തെങ്കിലും ആ ഒരു ഡിഫറൻസ്, ബയോളജിക്കൽ ഡിഫറൻസ് മാത്രമേ, പക്ഷെ ആ പ്രോബ്ലംസ് ആർ സെയിം. പലപ്പോഴും നമ്മൾ ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും ഓക്കെ നമുക്ക് ഈ ഒരു വർക്കിനെ സംബന്ധം നമുക്ക് പേഴ്സണൽ ലൈഫിൽ നിന്ന് പുറത്ത് വയ്ക്കാം, ലെറ്റ്സ് ഗോ ഫോർ എ ഡേറ്റ്, ഡിന്നറിന് പോകുന്ന പറയുമ്പോൾ അവിടെ നമ്മളൊരു ഓക്കെ ഫെമിസേഫിനെ കുറിച്ച് നമ്മൾ സംസാരിക്കില്ല, നമ്മൾ ഓൺലി അബൌട്ട് ആ സെൽഫ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കിയിരിക്കും, വേറൊന്നും സംസാരിക്കാനില്ല. ഫെമിസേഫ് അല്ലാണ്ട് വേറെ ഒന്നും ലൈഫിലില്ല, ഒന്നുമില്ല, ലിറ്ററലി ഒന്നുമില്ല. എന്നിട്ട് അത് കാരണം നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്ക് ഒരു പെറ്റിനെ കൊണ്ടുവരാന്ന് വെച്ചാൽ വി ഹാവ് 2 cats. അതുകൊണ്ട് ഇപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ ഫെമിസേഫ് ഓർ എൽസ് വി ടോക്ക് അബൌട്ട് എ പെറ്റ്സ്. അതിൽ പുറത്ത് നമ്മൾ ഒന്നും സംസാരിക്കില്ല, ബിക്കോസ് വി ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ടോക്ക്. ആൻഡ് ഐ തിങ്ക് ഐ പേഴ്സണലി എൻജോയ് ദാറ്റ് പ്രോസസ്. ബിക്കോസ് നമ്മളിപ്പം നമ്മളെ സ്ട്രഗിൾസ് ആയാലും ഹാപ്പിനെസ് ആയാലും ഒക്കെ ഷെയർഡ് ആണ്. നസീഫ് വീട്ടിൽ തിരിച്ചു വരുമ്പം അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് എനിക്ക് പറയാൻ വേറെ പ്രശ്നങ്ങളില്ല. ഹി ഓൾസോ ഡസൻറ്റ് ഹാവ് അതർ തിങ്സ് ടു ടെൽ. ഇറ്റ്സ് സെയിം തിങ്. സോ ഇറ്റ്സ് വെരി ഈസി ടു കണക്ട്. Yeah, that's make them wealthy and happy, I think. True, right? true, very true.
ഓക്കെ. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസ് ആകുന്ന സമയത്ത് ഒബ്വിയസ്ലി നമ്മുടെ മൈൻഡ് സെറ്റും നമ്മളുടെ ചുറ്റുപാടുള്ള ആളുകളൊക്കെ മാറുമെന്ന് പറയുന്നുണ്ട്. സോ ഹൗ ഇസ് ഫീലിംഗ് നസീഫ് നമ്മളുടെ ഒരു ഹലോ. ഈ സ്റ്റാർട്ടപ്പ് റൺ ചെയ്യുന്ന പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ പ്രോബ്ലംസ് ഒരു 99% ആൾക്കാർക്ക് മനസ്സിലാവില്ല, ഫാമിലിക്ക് പോലും. കാരണം നമുക്ക് രണ്ടുപേർക്കും ജോബ് ഉണ്ടായിരുന്നു, IT ജോബായിരുന്നു, അത്യാവശ്യം വെൽ പെയ്ഡ് ആയിരുന്നു. ഈ ജോബ് വിട്ടിട്ട് നമ്മളിങ്ങനെ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നു, മെൻ്റലി സ്ട്രഗിൾ ചെയ്യുന്നു. അത് എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ ഇനീഷ്യൽ സ്റ്റേജിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പോയിന്റ് എത്തി, നമുക്ക് ഒരു വാലിഡേഷൻ കിട്ടി, കുറച്ച് അക്സെപ്റ്റൻസ് ഒക്കെ കിട്ടി. ആ സമയത്ത് ഇറ്റ്സ് ഈസി ടു മേക്ക് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ഭയങ്കര ഏർലി സ്റ്റേജിൽ നമ്മളിങ്ങനെ കിടന്ന് കഷ്ടപ്പെടും, ആൾക്കാരുടെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമ്മളെ പ്രോബ്ലം റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരേ ഒരാൾ നമ്മുടെ കോ ഫൗണ്ടർ ആയിരിക്കും. അത് നമ്മൾ പാർട്ട്ണർ ആണെങ്കിൽ ഈവൻ ബെറ്റർ. ചിലപ്പോൾ നമ്മൾ കോ ഫൗണ്ടർ അല്ല നമ്മൾ പാർട്ട്ണർ, ചിലപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല നമ്മളെ സ്ട്രഗിൾസ് എന്താണ്, നമ്മളെ പെയിൻ എന്താണ്, നമ്മൾ എന്ത് ജേണിയിലൂടെയാണ് പോകുന്നത്. എനിക്ക് അതാണ് ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. കാരണം നമ്മൾ ജേണി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ കൂടെ ഫുൾ ടൈം ഉണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ റിലീഫ് ഇതിൻ്റെ അകത്ത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമ്മൾ പേഴ്സണലി എന്തെങ്കിലും അടി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അധികം നേരം മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഫെമിസേഫിൽ എന്തെങ്കിലും കാര്യം വരും, അപ്പോൾ എന്തായാലും നമ്മൾ സംസാരിക്കണം. സോ ഇറ്റ്സ് ലൈക്ക് ഈവൻ വെൻ വി ഹാവ് എന്തെങ്കിലും പേഴ്സണലായി നമുക്ക് എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ഉണ്ടാകുമ്പോഴത്തേക്ക് ബട്ട് ദെൻ വിൽ ഹാവ് എ വെരി ക്രൂഷ്യൽ ഡിസിഷൻ ടു മേക്ക് ഇറ്റ് ഫെമിസേഫ്. അപ്പോൾ നമ്മൾ എന്തായാലും സംസാരിക്കണം. സോ ഐ തിങ്ക് ഇറ്റ്സ് എ വിൻ വിൻ ഇൻ ഓൾ വേസ്. അല്ല, ഇത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കൂടെ എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ഒരാൾ നമ്മളെ കൂടെ ബിസിനസ്സിനും ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും ഷെയർ ചെയ്യാൻ നമ്മളെ കൂടെ തന്നെ. ഇപ്പം ലെറ്റ്സ് നമ്മളൊരു PA മാതിരി നമ്മളെ കൂടെ ഇപ്പോൾ ഒരു ആ ഒരു അറ്റാച്ച്മെൻറ്റ് എപ്പോഴും നമ്മളെ കാര്യങ്ങളും എല്ലാ കാര്യത്തിനെ കുറിച്ചും അറിയുന്ന ഒരാൾ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നത് നമുക്ക് മെൻ്റലിയും മോർ ദാൻ ഇപ്പോൾ ബിസിനസ്സിൻ്റെ വണ്ടേഴ്സിനെക്കാളും നമ്മളൊരു മെൻ്റലി നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുമ്പോഴാണല്ലോ വി ക്രിയേറ്റ് വണ്ടേഴ്സ്. അപ്പോൾ പിന്നെ ഞാൻ ഇതിലൊരു റിസ്കി ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചോട്ടെ. ഇപ്പം നിങ്ങളെ പാർട്ട്ണർ നിങ്ങളെ തേച്ചാലോ? നാളെ നമ്മൾ മരിക്കുകയാണെങ്കിലോ? അല്ല, പക്ഷെ ഐ തിങ്ക് മാരേജസിൽ ആ ഒരു റിലേഷൻഷിപ്പ് റിസ്ക് കുറവാണ്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ഒരു പേഴ്സണൽ കംപ്ലീറ്റ്ലി ഞാനൊരു ഓഡിയൻസ് പെർസ്പെക്റ്റീവിൽ ചോദിച്ചതാണ്. അല്ല, ബിക്കോസ് അത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഡൗട്ട്. ബിക്കോസ് ഈ ഒരു കമ്പനിയിൽ ഐ തിങ്ക് വെൻ വി റൺ എ ബിസിനസ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഞാനോ നസീഫോ മാത്രം, നമ്മളെ എംപ്ലോയീസ് ഉണ്ട്, നമ്മളെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, വി ആർ ആൻസറബിൾ ടു എ ലോട്ട് ഓഫ് പീപ്പിൾ. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ പേഴ്സണലി അടി കൂടി കഴിഞ്ഞാലും നമ്മൾ പിന്നെ ബിസിനസ്സിന് ഫോർ ദ സേക്ക് ഓഫ് ദ ബിസിനസ് ചിലപ്പോൾ നമ്മൾ ഒന്നിക്കേണ്ടി വരും. ആ റിലേഷൻഷിപ്പ് നമ്മൾ അവിടെ സ്ട്രോങ് ആക്കുക. നമ്മൾ ടുഗെദർ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് ഒരാളെ ക്രിറ്റിസിസം ചെയ്യാൻ വേണ്ടി വിളിക്കണ്ട, അല്ലെങ്കിൽ തന്നെ നല്ല ക്രിട്ടിസൈസ് അയക്കാലോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഭയങ്കര സത്യാട്ടോ. അല്ല, ഇപ്പൊ ഞങ്ങളിപ്പോ ചെയ്യുന്നതില് ഇപ്പൊ നമ്മൾ ഫാമിലി ബിസിനസ് ഓൾറെഡി ഞങ്ങൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ ഇപ്പൊ ഇൻഡോമി, ഇപ്പൊ നൂഡിൽസ്, ഇതിന്റെയൊക്കെ ഓൾ ഇന്ത്യ ഇമ്പോർട്ടേഴ്സ് നമ്മളാണ്. ഇൻഡോമി നൂഡിൽസ് ഓൾ ഇന്ത്യ, നിങ്ങളിപ്പോൾ കാശ്മീർ പോയാലും നാഗാലാൻഡ് പോയി കഴിഞ്ഞാലും ഒക്കെ ഇവരുടെ മദർ കമ്പനി ആയിട്ടുള്ള താര ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്ന പ്രോഡക്റ്റ് കേട്ടോ. അപ്പൊ ഈ ഫാമിലി ബിസിനസ്സും ഇതും കാര്യങ്ങളും നമ്മൾ ആസ് യൂഷ്വൽ ഇറ്റ് ഷുഡ് റൺ ലൈക്ക് ദാറ്റ്. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് സൈറ്റിൽ ഞങ്ങൾ ഒരു പുതിയ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്ത് ചെയ്ത് ഒരു ഹോൾഡിംഗ് കമ്പനി വേറെ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ TGH താര ഗ്ലോബൽ ഹോൾഡിംഗ്സ് പറഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അണ്ടറിലാണ് ബാക്കി എല്ലാ പ്രൊജക്ട്സും ചെയ്യുന്നത്. അപ്പോൾ സെൽമ നേരത്തെ ചോദിച്ച പോലെ ഒരാളെ പേരിലോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് നമ്മൾ പേരിലോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പറഞ്ഞാൽ ഒരാൾ തേച്ചു അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ ഇട്ട് പോയി ആ വിഷയം വരുന്നില്ലല്ലോ. ഒരു ഹോൾഡിംഗ് കമ്പനിയാണ്. ഈവൻ ഞങ്ങൾ ആരും ഇവിടെ അല്ലാന്നുണ്ടെങ്കിലും ദ കമ്പനി ഷുഡ് റൺ. അതായത് നമ്മൾ പല ഫാമിലി ബിസിനസ്സുകൾ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മൾ പാരമ്പര്യമുള്ള ബിസിനസ്സുകളൊക്കെ പിന്നെ കാണാത്തത് അല്ലെങ്കിൽ അപ്രതീക്ഷ ആവുന്നത് ആ ഫൗണ്ടർക്ക് ഒരു വിഷനൊക്കെ ഉണ്ടാവും. ബട്ട് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ മക്കൾക്കോ അവർക്കോ അത് ഏറ്റെടുത്ത് നടത്താൻ കഴിയുന്നില്ലെങ്കിൽ ഇതൊക്കെ എന്താവും, പൊട്ടിപ്പോകും. അപ്പം എൻ്റെ ബിസിനസ്സിന് ഞാൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ മെയിൻലി ഞാൻ ചെയ്യുന്ന കാര്യം വി ക്രിയേറ്റ് എ കോർ ടീം. നമ്മളെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റുന്നത് നമ്മൾ ആൻഡ് ഈവൻ ഐസേ നാളെ നമുക്ക് മക്കൾക്ക് ചിലപ്പോൾ അത് അത്രത്തോളം അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ദേ ഷുഡ് നോട്ട് റൺ. അവിടെ CEOസും കാര്യങ്ങളായിരിക്കണം എന്ത് ചെയ്യേണ്ടത് ഈ കമ്പനി. അല്ലാതെ എൻ്റെ മോനാണ് ഇവൻ എല്ലാത്തിനും ആപ്റ്റാണ് മറ്റേ ഇവനാണ് ഉഷാർ എന്ന് പറഞ്ഞിട്ട് അവരെ പിടിച്ചിരുത്താൻ പാടില്ല. ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പം അതിൻ്റെതായിട്ടുള്ള ഒരു എപ്പോഴും അതിനൊരു വിഷനും മിഷനും എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. അതെ, അതല്ലാതെ നമ്മളൊരു ഇപ്പം നമ്മളെ മക്കളാണ് കൈവില്ലാത്തവനെ പിടിച്ചിട്ട് കൈവില്ലവനാണ് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഒരിക്കലും ആ സീറ്റിൽ. കാരണം നമ്മളൊരു വിഷനിൽ നമ്മൾ ബിൽഡ് ചെയ്തൊരു സാധനം ഒറ്റയടിക്ക് പൊട്ടേണ്ട ഒരു കാര്യമാവാൻ പാടില്ല. സൽമാൻ, ഒരു പോയിന്റ് ആഡ് ചെയ്യാനുണ്ട്. ഒരു 90% ബിസിനസ്സും ഷട്ട് ചെയ്യുന്നത് എസ്പെഷ്യലി സ്റ്റാർട്ടപ്സ് 2 കാരണം കൊണ്ടാണ്. ഒന്ന് ഫൗണ്ടർ കോൺഫ്ലിക്റ്റ്, 2 ദി റൺ ഔട്ട് ഓഫ് മണി. അപ്പോൾ ഈ പറഞ്ഞ ഇത് ഇൻഹെറൻ്റ്ലി എല്ലാ ബിസിനസ്സിലും റിസ്ക് ആണ്. അതിപ്പോൾ പാർട്ട്നേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിലും കോ ഫൗണ്ടേഴ്സ് തമ്മിൽ തെറ്റിപ്പോയിട്ടാണ് ഒരു പകുതി മുക്കാൽ, അത് കപ്പിൾസ് അല്ല ജനറലി ഐം ടെല്ലിങ്, പകുതി മുക്കാൽ ബിസിനസ്സും ഷട്ട് ചെയ്തു പോകുന്നത് ഈ ഫൗണ്ടേഴ്സ് തമ്മിൽ കോൺഫ്ലിക്റ്റ് കാരണമാണ്. അപ്പോൾ ആ റിസ്ക് എന്തായാലും ഉണ്ട് ബിസിനസ്സിൽ, റിഗാർഡ്ലെസ് ഹൂ യു ചൂസ്.
നിതിൻ കമ്മത്ത് പറഞ്ഞ പോലെ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ ഇൻ ബിറ്റ്വീൻ ഷെയർ ചെയ്യാനുണ്ട്, അവർ അണ്ടർസ്റ്റാൻഡിങ് കൂടുതലായിരിക്കും. നമ്മൾ കുറച്ചും കൂടി വൾണറബിൾ ആണ് വിത്ത് ഈച്ച് അതർ, എസ്പെഷ്യലി ഒരു കപ്പിൾ പെർസ്പെക്റ്റീവ് വരുന്നത്. പലപ്പോഴും നമ്മളിപ്പം നേരത്തെ സൈമ പറഞ്ഞ പോലെ ക്രിറ്റിസിസം ഭയങ്കര ഓപ്പൺ ആണ്. നീ ഇത് ചെയ്ത് ശരിയായില്ല, എനിക്ക് അത്ര ഈ പറയുന്ന പോലെ ആണെങ്കിൽ നദീം ഭയങ്കര ക്വിക്ക് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന നദീംക്ക് അങ്ങനത്തെ ഒരാളാണ്. ഞാനാണെങ്കിൽ ഭയങ്കര ഓവർ തിങ്ക്ഡാണ്. ഞാൻ കുറച്ച് നേരം അല്ലെങ്കിൽ കുറേ നേരം അല്ലെങ്കിൽ ഒരു ദിവസം മൊത്തം ഞാൻ ചിന്തിക്കും ആ കാര്യത്തിനെ പറ്റി. നദീംക്ക് ഭയങ്കര ക്വിക്ക് ആ കാര്യത്തിൽ. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഡിസിഷൻ മേക്കിലോ ടാസ്ക് ചെയ്യുന്ന ചിലപ്പോൾ ക്വിക്കായിട്ട് വേണ്ട വരും ആ സൊല്യൂഷൻ കണ്ടെത്തണ്ടേ. ചിലപ്പോൾ കുറച്ച് സമയം നമുക്കിപ്പോൾ ചെയ്യണ്ട, കുറച്ച് ടൈം എടുക്കാം എന്നൊക്കെ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഡിസ്കഷൻ നമ്മൾ ആ ഒരു ഇതിൽ ചെയ്യും, ടാസ്കിൽ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിലാണെങ്കിലും നമ്മുടെ ഡെവലപ്മെൻ്റ് ആണെങ്കിലും നമുക്ക് അത് ഇമ്പ്രൂവ്മെൻ്റേ ഉണ്ടാവുള്ളൂ. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ഒരൊറ്റ വേർഡേ ഉണ്ടാവാൻ പാടുള്ളൂ. അത് ഞങ്ങൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതായത് അല്ലേ സെയിം പറഞ്ഞാൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പെട്ടെന്ന് എന്ത് ഡിസ്റ്റൻസ് ഇന്ന സാധനം തുടങ്ങാം. ഇപ്പോൾ ഇന്ന് രാവിലെ ഇന്നിപ്പോൾ സ്കെയിലപ്പിന് വരുമ്പോൾ അവളെന്നോട് പറഞ്ഞു ഇനി പുതിയതായിട്ട് ഇനി എത്ര പ്രൊജക്റ്റുകൾ ഇതിൽ നിന്ന് പ്ലാൻ ചെയ്യുന്നില്ലത് എന്ന് ചോക്കാൻ. അപ്പോൾ നമുക്ക് എന്തും സ്റ്റാർട്ട് ചെയ്യാനും പുതുതായിട്ട് തുടങ്ങാനും നമുക്കത് ഭയങ്കര ഇൻട്രസ്റ്റഡാണ്. അപ്പോൾ അപ്പുറത്തൊരാളും അതേ മൈൻഡ് സെറ്റ് ആവണ്ടെന്നുള്ളതാണ് ഞാനും പറയാം. കാരണം എന്താ വെച്ചാൽ അപ്പോൾ ഈവൻ നമ്മളൊരു ക്രിട്ടിസൈസ് ചെയ്യാൻ ഒരാൾ അപ്പുറത്ത് വേണം. കാരണം എവറിത്തിങ് നമ്മൾ പറയാലോ, നമ്മളെ കൂടുതൽ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും നമ്മൾ പറയാലോ എല്ലാം ഈ ചെയ്യുന്നൊക്കെ ശരിയാണ്, അത് ഉഷാറാണെന്ന് പറയുമ്പോൾ നമ്മളെ എന്താന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. അത് പേടിക്കണം. അപ്പൊ തീർച്ചയായിട്ടും അപ്പുറത്ത് നമ്മൾ ഒപ്പോസ് ചെയ്യാൻ ഒരാൾ വേണം എന്തിനും. അത് തന്നെയാണ് ഒരു പാർട്ട്ണർഷിപ്പ്. ഇപ്പം എൻ്റെ പാർട്ണർ മുസ്തഫ ഇവിടെ ഉണ്ട്. അപ്പോൾ അവനാണെങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പോൾ ഞാനൊരു അഭിപ്രായം ചോദിക്കും. ഓപ്പണായിട്ട് പറയാറുണ്ട് എന്ത് അത് തെറ്റാണ്, ശരിയാവില്ല. അതേപോലെ തന്നെ അത് നിങ്ങളെ കൂടെ നിങ്ങളിപ്പോൾ പാർട്ട്നേഴ്സായിട്ട് നിങ്ങൾ ഫ്രണ്ട്സായിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും മറ്റേ എല്ലാവരും നമ്മൾ പറയില്ല അവനെ സൂചിപ്പിക്കാൻ വേണ്ടി കുഴപ്പമില്ല അത് അങ്ങനെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആദ്യം തന്നെ അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ സുഹൃത്തും യഥാർത്ഥ കപ്പിൾസും എന്നൊക്കെ പറയുന്നത്. ഒരു ഡിസ്കഷൻ ഓൺ ആക്കണം എല്ലാ ഡിസിഷൻ്റെ മുമ്പിലും. റൈറ്റ്, ഓക്കെ. സോ ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ഒരേ പോയിന്റിൽ ഇങ്ങനെ യാത്ര ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ബാലൻസിങ് ലൈഫ് എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ഇപ്പം കിഡ്സ്, നിങ്ങൾ കിഡ്സ് ആയിട്ടില്ലല്ലോ? ഇല്ല, ഓക്കെ. ജസ്റ്റ് പാരന്റിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ഓക്കെ, എത്ര വേണമെങ്കിലും ചോദിച്ചോ. അല്ല, 30ാമത്തെ വയസ്സായപ്പോഴേക്കും എന്നോട് പറഞ്ഞു എനിക്ക് 30 ആയിട്ടേ ഉള്ളൂ 3 കുട്ടികളായി ഇപ്പൊ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലെല്ലാം സഭയൊക്കെ കിട്ടുന്നത് വെച്ചത് ബിസിനസ് ചെയ്യുന്നുണ്ട്. അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു മാർച്ചിൽ എക്സാം കഴിഞ്ഞ് 2016 എക്സാം കഴിഞ്ഞ് April 2 ഞാൻ പെണ്ണാണ് പോയിട്ടുണ്ട്. അപ്പോൾ എക്സാം കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്നത് ഇന്നെപ്പോഴും കൂട്ടുകാർ കളിയാക്കും. എന്നാൽ എല്ലാവരും കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ ഒരു വിത്തിൻ 1 വീക്ക് കൊണ്ട് നമ്മളെ ലോക്കാക്കി ഇട്ടിക്കണ്. പിന്നെ അതിന് മുന്നേ അബ്രോഡ് പോകാനുള്ള പ്ലാൻ ഇട്ടിരുന്നു, സ്റ്റഡി ചെയ്യാൻ അബ്രോഡ് പോകണമെന്നില്ല. അപ്പോൾ എന്നോട് ആദ്യം ഫാദർ പറഞ്ഞു നമ്മളെ കയ്യിലിരിപ്പോണ്ടായിരിക്കും, നീ ആദ്യം കല്യാണം കഴിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. അപ്പോൾ പിന്നെ അന്ന് സ്റ്റാർട്ട് ചെയ്തൊരു ലെറ്റ്സ് ഒരു 22 ആയപ്പോഴത്തേക്കും എനിക്ക് ഫസ്റ്റ് ഡോട്ടറായി. ഇപ്പോൾ മോൾക്ക് 8 വയസ്സായി. പിന്നെ രണ്ടാമത്തെ മോനുണ്ട് 5 വയസ്സായി. ഇപ്പോൾ റീസെൻ്റ്ലി ഞങ്ങൾക്ക് ഒരു ബേബിയും കൂടി ഉണ്ടായി. 40 ദിവസമായി. ഇപ്പൊ ലാസ്റ്റത്തെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ അവിടെ ഇരിക്കാം, നമ്മള് സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ വല്യമ്മ ഉണ്ട്. ഇവരോടൊന്ന് പുറത്തുനിന്ന് പോയി വരാൻ നദീംക്ക. വല്യമ്മ ചോദിക്കും ഇന്ന് നിനക്ക് സ്കൂളില്ലേ? അപ്പോൾ യെസ്റ്റർഡേ വരെ ആള് കോളേജിൽ പോയിരുന്നത്, പെട്ടെന്ന് കല്യാണം വല്യമ്മ മറന്നുപോയി. വല്യമ്മ എന്നോട് വന്നപ്പോൾ വല്യമ്മ നോർമലി വല്യമ്മക്ക് ഇതിനെ കുറിച്ച് അപ്പോൾ വല്യമ്മ വന്നെങ്കിൽ അല്ല ഇന്നിപ്പോ കോളേജൊക്കെ ആ പ്രായത്തില് കെട്ടി. അല്ല ഞാനും തീർച്ചയായിട്ടും പറയാം, നമ്മൾ ഏർലി മാരേജ് ചെയ്യുന്നോണ്ടും നമുക്ക് കുറച്ചും കൂടി എന്തുണ്ടാവും, ഒന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, നമ്മളതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമുക്ക് അപ്പോഴാണ് റിയലൈസ് ചെയ്യാം. മൈ ക്വസ്റ്റ്യൻ ഈസ് പാരന്റിങ്. അല്ല ഞാനും നസീഫ് നമ്മൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലൈക്ക് ഏർലി മാരേജ്, ലേറ്റ് മാരേജ്, പാരന്റിങ്, ഓൾ ദീസ് സ്ഥിരം നമ്മൾ ഡിസ്കസ് ചെയ്ത ഇതിൽ ഞാൻ ഇപ്പൊ എന്റെ കൂടെയുള്ള പല ഫ്രണ്ട്സിപ്പോഴും കല്യാണം കഴിക്കാത്തവരുണ്ട്. അപ്പൊ അവരെന്നോട് പറയും അവരിപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറയും ഇനിയാണ് എൻജോയ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറയും ഇനിയിപ്പോൾ ഞാൻ ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് ഇനി അവരവരെ കാര്യങ്ങൾ നോക്കട്ടെ. മക്കളും ഇപ്പോൾ വലിയ മോള് 8 വയസ്സായി. ഇപ്പോൾ അവൾ തന്നെ എന്ത് ചെയ്യും, ചെറിയ ബേബിനൊക്കെ ഹാൻഡിൽ ചെയ്യാനും ഈവൻ ഡൈപ്പറൊക്കെ മാറ്റാനാണെങ്കിലും അവൾക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എന്ത് വൈസ് വേഴ്സും തിങ്ക് ചെയ്തുവിടാം. അതായത് നമ്മളെല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് മാത്രമേ കുട്ടികൾ പറ്റൂ എന്ന് ഞാൻ ആ ഒരു കൺസെപ്റ്റ് പറയാറുണ്ട്. കാരണം എന്നോട് ബാക്കിയിലൂടെ എങ്ങനെ ഇതൊക്കെ വേണം മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ മോൾക്ക് ലെറ്റ്സ് ഇനിയൊരു 2-3 വർഷം പാടെ കഴിഞ്ഞാൽ ഷീ ക്യാൻ ഹാൻഡിൽ ദ യങ്ങർ വൺ ആൾസോ. അപ്പോൾ ഇതിന് നമ്മൾ അങ്ങനെ റീതിങ്ക് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ അഗ്രി ചെയ്യുന്നു. കാരണം ഞാൻ 21ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചിട്ടുണ്ട്. എനിക്ക് 2 കുട്ടികളുണ്ട്.
സോറി. അപ്പം പിന്നെ ക്വസ്റ്റ്യൻ ഇതാണ്, പാരൻറ്റിങ്. ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യാണ് രണ്ടുപേരും, ഇപ്പോൾ മക്കളെ നല്ല രീതിയിൽ നോക്കണം, ഒരുപാട് കൺസേൺസ് ഉണ്ട്. ഇവിടെയുള്ള ഒരുപാട് ഓഡിയൻസിന് ഉള്ള ഒരു ഉള്ളിലുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, മക്കളെ എങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവുക. സോ ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ. എങ്ങനെയാണെന്ന് വെച്ചാൽ ലെറ്റ്സ് നമ്മൾ ഇപ്പോൾ ഞങ്ങൾ മീറ്റിങ്സിനോ കാര്യത്തിനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിലും ഞാൻ അധികം മക്കളെയും കൊണ്ടുപോകാറുണ്ട്. അതായത് കഴിയുന്ന മീറ്റിങ്സിന് ഇപ്പോൾ ലെറ്റ്സ് ഫ്രൈഡേ ചിലപ്പോൾ ഞാൻ ചില മീറ്റിങ്സ് സാറ്റർഡേ സൺഡേ കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാണ്ടെങ്കിൽ മീറ്റിങ്സ് മേ ബി ഫ്രൈഡേ ഞാൻ സാറ്റർഡേ മീറ്റിംഗ് അറേഞ്ച് ചെയ്യും, മേ ബി ഫ്രൈഡേ ഞങ്ങൾ ഇവിടെ പോകും. അപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, മീറ്റിങ്ങും ഇതിൻ്റെ കൂടെ തന്നെ മീറ്റിങ്ങും ലെക്ചറും എല്ലാം തന്നെയാണ്. അതായത് ഞാൻ പറയാറ് ഫസ്റ്റ് ഡേ മീറ്റിംഗ് ആണെങ്കിൽ സെക്കൻഡ് ഡേ 2 ദിവസം മക്കൾക്ക് വേണ്ടി ഏതായാലും പോയതല്ലേ, അപ്പോൾ 2 ദിവസം അവർക്ക് വേണ്ടി ലെക്ചർ ആക്കും. കാരണം നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് പോവുകയാണ്. ഇപ്പോൾ ലെറ്റ്സ് ഒരു നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാൾക്ക് എടുക്കുകയാണെങ്കിൽ റൂമിന് വി വാണ്ട് ടു സ്പെൻഡ് ഫോർ 1 റൂം. ഈവൻ ഇഫ് യു ഹാവ് വൈഫ് ഓർ കിഡ് ദ സെയിം കോസ്റ്റ് ഈസ് ദർ. ബഫേ ആണെങ്കിൽ പോലും ഫ്രീ ആണ്. ഇപ്പം നമ്മൾ നല്ല ഹോട്ടൽസ് പോകണമല്ല. അപ്പോൾ ഈവൻ ഇതിനൊന്നും നമുക്ക് വലിയൊരു നമ്മൾ തിങ്ക് ചെയ്യേണ്ടത് നമ്മളൊരു മൈൻഡ് സെറ്റ് ഇതല്ല, നമ്മൾ ടൈമും എക്സ്പെൻസും ഒക്കെ ഒരുപാട് ആവും എന്നുള്ള തിങ്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൽ കൺസേൺ ആണ്. ക്വസ്റ്റ്യൻ ഇതിൽ ബിസിനസ് ഉണ്ട്, ഇത് സ്കെയിൽ ഓഫ് എക്കോണമി. ഏതൊരു സാധനം നമ്മൾ ബൾക്കിൽ പർച്ചേസ് ചെയ്ത് നമുക്ക് ചെറിയ കോസ്റ്റിന് കിട്ടില്ല. ബേസിക്കലി അപ്ലൈയിങ് ദാറ്റ് ഇൻ ദ ലൈഫ്. അല്ല, അത് മൈൻഡ് സെറ്റിൽ ഫുള്ള് ബിസിനസ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നൗറിൻ്റെ ഉണ്ടോ അവരോട് പാരൻറ്റിങ്ങിനെ കുറിച്ചിട്ട്? ഇല്ല, അഗൈൻ മൈ ക്വസ്റ്റ്യൻ വാസ് സെയിം, ലൈക്ക് എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യുന്നത്. ബട്ട് യാ, ഹി സെഡ് ദാറ്റ് കുട്ടികളെ കൊണ്ടുപോകും. അപ്പം ആക്ച്വലി വി ഡു ദാറ്റ്. നമ്മൾ ഈവൻ ദോ വി ഡോണ്ട് ഹാവ് കിഡ്സ്, നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഇവന് ഇതാക്കിയതാണെങ്കിൽ എന്തായാലും ഒരു സ്റ്റേ ബുക്കണം. സോ വി ഗോ ടുഗെദർ സോ ദാറ്റ് വി കൻ സ്പെൻഡ് ടൈം ടുഗെദർ ഓൾസോ. അതായത് ഇതിൻ്റെ മുന്നേ ഞങ്ങൾ ലഡാക്ക് ബൈ റോഡ് പോയിരുന്നു. അപ്പോൾ അതിൽ അന്ന് 2 മക്കളാണ്, ലെറ്റ്സ് 2-3 ഇയേഴ്സ് മുന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് ബൈ റോഡ് പോകുമ്പോൾ അപ്പോൾ ഞങ്ങൾ ഫോർച്യൂണർ വണ്ടി എടുത്താൽ പോയത്. അപ്പോൾ വണ്ടി എടുത്തിട്ട് ഫസ്റ്റ് സീറ്റിൽ ഞാനും അവളും ഇവളെ എൻ്റെ കോപ്പയിലിട്ടും ഞാൻ ഡ്രൈവ് ചെയ്യുന്നു. ബാക്ക് സീറ്റിൽ കുട്ടികളുടെ ബെഡ് ബെഡ് സെറ്റ് ചെയ്ത് അതിൻ്റെ ബാക്കിൽ ഫുൾ ലഗേജസും നമുക്ക് വേണ്ട യൂട്ടൻസിൽസും പോർട്ടബിൾ ടോയ്ലറ്റ്സും എല്ലാ കാര്യങ്ങളും ഏറ്റവും തേർഡ് റോയിൽ സെറ്റ് ചെയ്തു. കുട്ടിക്ക് എത്ര വയസ്സായിരുന്നു? ചെറിയ അന്ന് ചെറിയ മോന് 2 വയസ്സാവണം. ബ്രസ്റ്റ് ഫീഡിങ് ലഡാക്കിലേക്ക് ട്രിപ്പ് പോയതാണ്. പക്ഷെ അന്ന് ഫാദറിനോട് ഇവരോടൊന്നും ഞാൻ ലഡാക്കൊക്കെ അറിയില്ല, ഞാൻ കാശ്മീർ വരെ ഒന്ന് പോവുകയാണ് എന്ന് പറഞ്ഞത്. കാശ്മീർ പിന്നെ ലഡാക്ക് പിന്നെ കാശ്മീരിലല്ലല്ലോ. അപ്പോൾ ലഡാക്കിൽ പോയപ്പോൾ അവിടെ പോയപ്പോൾ നമുക്ക് മനസ്സിലായത് വി നോ ദാറ്റ്, അതായത് ഓക്സിജൻ്റെ ഇഷ്യൂസ് കുറേ കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നമുക്ക് പോകുമ്പോൾ നമ്മൾ കുറേ ചലഞ്ചസ് ഉണ്ടാവും. പക്ഷെ അന്ന് എനിക്ക് അവിടെ യാത്രക്ക് നമുക്ക് പോയപ്പോൾ നമ്മളെ നിസ്സായാവസ്ഥയിലായി. കാരണം എനിക്ക് ബട്ട് ഞാൻ അതിൽ നന്നായിട്ട് പേടിക്കുകയും ചെയ്തു തന്നു. കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് അന്ന് ഓക്സിജൻ കുറഞ്ഞിട്ട് നമ്മൾ പോർട്ടബിൾ ഞങ്ങൾ പോകുന്നിടത്തോളം മുന്നോട്ട് പോകുന്നിടത്തോളം ലഡാക്കിൻ്റെ അങ്ങോട്ട് എത്തിയിട്ടില്ല. ജസ്റ്റ് ഇനിയും പോകാം. പാങ് എത്തുന്നതിന് മുന്നേ കുറച്ച് ട്രക്ക് ഡ്രൈവേഴ്സൊക്കെ വന്നിട്ട് ഞങ്ങളെ കണ്ടിട്ട് തന്നെ ചോദിച്ച്, കുട്ടികൾ ഓക്കെ ആണോ, നിങ്ങൾ ഓക്കെ ആണോ? അപ്പോഴും ഞങ്ങൾക്ക് പിന്നെയാണ് ഞങ്ങൾക്ക് പേടി കൂടി വന്നേ. ആരെങ്കിലും ചോദിച്ചു നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് ചോദിച്ചോ? അല്ല, പകുതിക്ക് വെച്ച് ഞങ്ങൾക്ക് മെഡിസിൻ തരിക, പിന്നെ ഞങ്ങൾക്കും പിന്നെ ഹെൽത്തായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്യൂ ആയി. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പേടിയായി, ഇത് എത്തുമോ ഇല്ലയോ. പിന്നെ ഇവരും ഇങ്ങനെ പറയണേ, കാർ ഒരിക്കലും നിർത്തിയിടരുത് പറഞ്ഞു. അവിടെയാണെങ്കിൽ ഒരു പുൽക്കൊടി പോലും ഇല്ല ഞങ്ങൾക്ക് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെയെങ്കിലും എത്തിപ്പെടാം. പിന്നെ അവിടെ ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിന്നാണ് തോന്നുന്നു കുറച്ച് റൈഡേഴ്സ് ഉണ്ടായിരുന്നു, ഞങ്ങളും അവരും ഒപ്പമാണ് പോയത്. അങ്ങനെ ആ സ്ട്രഗിൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് ഞങ്ങൾ ശരിക്കും പ്രതീക്ഷിക്കാതെ വന്ന ഒരു സ്ട്രഗിളാണ്. കാരണം നമ്മൾ മക്കളെ പറ്റി ഭയങ്കര ഈസി ആയിരിക്കും എന്ന് വിചാരിച്ച് പോയതാണ്, പക്ഷെ ടോട്ടലി കുറച്ച് മാറിപ്പോയി. വണ്ടി ഏതായിരുന്നു? അതൊന്നും ഫോർച്യൂണർ എടുത്ത് ഞങ്ങൾ പോയത്. ഇതേ അന്ന് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ബിസിനസ് മീറ്റിംഗ്സ് ഈവൻ മുംബൈ, ഡൽഹി, പിന്നെ കാശ്മീർ, എല്ലാ മീറ്റിംഗ്സും നമ്മൾ എന്ത് ചെയ്തു കണക്ട് ചെയ്ത് മീറ്റിംഗ്സ് ബിസിനസ് നടക്കുന്നുണ്ട്. അതായത് ഇതിന്റെ അപ്പൊ എന്ത് ചെയ്താൽ ഇവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ മേ ബി വി നീഡ് ആൻ ഹാഫ് ഡേ ഫോർ ദ മീറ്റിംഗ്സ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ രാവിലെ പോയിട്ട് മീറ്റിംഗ്സ് കവർ ചെയ്യാണ്. അപ്പോൾ അതിന് ഇവള് ഇവിടെ സെറ്റ് ചെയ്യാൻ, കുട്ടികളെ സെറ്റ് ചെയ്യാൻ പരിപാടികളൊക്കെ അവൾ ചെയ്യുന്നു. മേ ബി ഞങ്ങൾ ടുഗദർ പോകേണ്ട കാര്യങ്ങളാണ് ഒപ്പം പോകും. അതല്ലാന്നെങ്കിൽ ഐ വിൽ ഫിനിഷ് ദ മീറ്റിംഗ്സ്, റെസ്റ്റ് ഓഫ് ദ തിങ്സ് ഷീ വിൽ ഡു. ഓക്കെ, ഞാൻ നൗറിൻ്റെ ഇങ്ങനെ ഇവിടെ വരുന്നതിന് മുന്നേ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം റീലൊക്കെ എടുത്ത് നോക്കിയപ്പോഴേ പീപ്പിൾ തിങ്ക് ഓൺടർപ്രണേഴ്സ് ഓഫീസിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ബാഗ് എടുക്കാൻ ഒരാൾ, നമ്മളെ ചെരുപ്പെടുത്ത് വെക്കാൻ ഒരാൾ. സോ അങ്ങനെ ലൈക്ക് ഓൺടർപ്രണർഷിപ്പിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ പല ആൾക്കാർക്കും സ്വപ്നങ്ങളുണ്ടാവും. ഒരു ബെൻസ് കാറിൽ അല്ലെങ്കിൽ ഒരു റോൾസ് റോയ്സ് എടുക്കണം, അങ്ങനെ ഇറങ്ങിപ്പോകണം, വലിയ ഓഫീസ് ഉണ്ടാവണം. സോ ഹൗ ഡു യു തിങ്ക് എങ്ങനെയാണ് നമ്മൾ അപ്കമിങ് ഓൺടർപ്രണേഴ്സിനോട് വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെയാണ് ഓൺടർപ്രണർഷിപ്പിൻ്റെ ഒരു ചാലഞ്ചസ് ആസ് എ കപ്പിൾ ഓൺടർപ്രണേഴ്സ്? രണ്ടാളോട് കൂടി കേട്ടോ. There is no work life balance. ഞാനത് എവിടെ പോകുമ്പോഴും പറയുന്നതാണ്.
വർക്ക് ലൈഫ് ഇൻറ്റഗ്രേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നദീം പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഇവൻ വാട്ട് വി ഡൂസ്, നമ്മൾ ഇതേപോലെ ഡൽഹിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ഡൽഹിയിലെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് ദെൻ വി പ്ലാൻ ഫോർ കശ്മീർ അല്ലെങ്കിൽ ഹിമാചൽ. അങ്ങനെയാണ് നമ്മൾ വെൻ ടു ലഡാക്ക് ഒരു ഫ്യൂ മന്ത്സ് ബാക്ക്. സോ നമ്മൾ ഡൽഹിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് നേരെ വെൻ ടു ലഡാക്ക്. സോ യു ക്യാൻ ഓൺലി ഇൻറ്റഗ്രേറ്റ് ബിക്കോസ് ഈ ഓൺടർപ്രണർഷിപ്പ് പല ആൾക്കാരും വിചാരിക്കുമോ എനിക്ക് 9 to 5 ജോബ് മടുത്തു, അതുകൊണ്ട് ഞാൻ ഓൺടർപ്രണർ ആവാൻ പോകണം. ഓൺടർപ്രണർഷിപ്പ് ഇസ് 24/7. ദർ ഇസ് നോ റെസ്റ്റ് ഫോർ ദാറ്റ്. ബിക്കോസ് നമ്മൾ ഫെമിസേഫ് തുടങ്ങുന്ന സമയത്തും ഞാൻ നസീഫും മാത്രമേ ഉണ്ടായിരുന്നു. പ്രൊഡക്ട്സ് പോലും നമ്മൾ ഒറ്റയ്ക്ക് പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ. ഐ യൂസ് ടു ഹാൻഡിൽ കസ്റ്റമർ സപ്പോർട്ട്. ഇപ്പോൾ രാത്രി 3 മണി 4 മണിയൊക്കെ നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ കസ്റ്റമേഴ്സിന് റിപ്ലൈ ചെയ്യും. ബിക്കോസ് നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് ഫേസിൽ വരുന്ന ഓരോ കസ്റ്റമേഴ്സും ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ നമ്മൾ പെട്ടെന്ന് റിപ്ലൈ ചെയ്യാന്നുള്ളത്. സോ ഐ ബിലീവ് ഇറ്റ് ഇസ് ഓൾ ഇൻറ്റഗ്രേഷൻ. ഇപ്പം ഞാൻ പറഞ്ഞാലും ഇപ്പം ഞാനിപ്പോൾ എവിടെയെങ്കിലും ഒരു സ്പീക്കർ സെഷൻ എന്തെങ്കിലും പോവുകയാണെങ്കിൽ വി ബോത്ത് ഗോ ടുഗെദർ. ബിക്കോസ് നസീഫിനായാലും എനിക്കായാലും കുറേ വർക്കൊക്കെ നമുക്ക് റിമോട്ട്ലി ചെയ്യാൻ പറ്റും ബിക്കോസ് വി ഹാവ് എ ടീം സെറ്റപ്പ് ഇൻ ദി ഓഫീസ്. അതുകൊണ്ട് ആസ് നദീം സെഡ്, നമ്മളില്ലെങ്കിലും ദ ഷോ മസ്റ്റ് ഗോൺ, ദ ബിസിനസ് ഷുഡ് റൺ. നാളെ ഇപ്പം ഞാൻ നസീഫ് നമ്മൾ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ഇഫ് യു ഡോണ്ട് ഗോ ടു ഓഫീസ്, ബിസിനസ് ഷുഡ് റൺ, ഓഫീസ് പൂട്ടാൻ പാടില്ല. സോ വി ഹാവ് എ കോ ടീം സെറ്റ്. അപ്പോൾ കുറേ വർക്കൊക്കെ നമുക്ക് റിമോട്ട്ലി ചെയ്യാം. അപ്പോൾ ഇഫ് ഹി ഹാസ് എനി സെഷൻ ഓർ എനിത്തിങ് ഐ ഓൾസോ ടാഗ് അലോങ്. എനിക്കുണ്ടെങ്കിൽ ഹീൽ ഓൾസോ ടാഗ് അലോങ്. സോ ഒരു ഇൻറ്റഗ്രേഷനാണ് മെയിനായിട്ട്. ആൻഡ് ഓൺടർപ്രണർഷിപ്പ് ഇസ് ഡിഫിക്കൾട്ട്. നമ്മൾ ഫുള്ളി കമ്മിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം. ഇറ്റ്സ് ലൈക്ക് മാരേജ്, ഇറ്റ് നീഡ്സ് 100% കമ്മിറ്റ്മെൻറ്റ് ഫ്രം ബോത്ത് ദ പീപ്പിൾ. നമ്മളൊരു 50-50 എന്നുള്ളൊരു മൈൻഡ് സെറ്റ്, ഞാൻ 50 ചെയ്യും, എൻ്റെ കോ ഫൗണ്ടർ 50 ചെയ്യും, ഇറ്റ് വിൽ നോട്ട് വർക്ക് ലൈക്ക് ദാറ്റ്. യു ഹാവ് ടു പുട്ട് 100%, യു കോ ഫൗണ്ടർ വിൽ പുട്ട് 100%. എന്നാലേ അത് മുന്നോട്ടേക്ക് പോവുള്ളൂ. ഇപ്പോൾ ഒരാൾക്ക് വയ്യാന്നുണ്ടെങ്കിലും മറ്റൊരാളെ ഇങ്ങനെ താങ്ങി നിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത്. സോ ഞാൻ ഓഡിയൻസിൽ നിന്നൊരു 3 പേര് നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് 3 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിൻ്റെ ഇടയിൽ ഇവരോട് ചോദിക്കാം, 4 പേരോട് കൂടി ചോദിക്കാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഒരു മൈക്ക് ഒന്ന് ഓഡിയൻസിലേക്ക് ഒന്ന് എത്തിക്കണേ പ്ലീസ്. റസീൻ എവിടുന്നാ? കണ്ണൂരിന്നില്ല. ഓക്കെ, ചോദിച്ചോളൂ. ആരോടാണ് ക്വസ്റ്റ്യൻ? എല്ലാവരോടും കൂടിയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പഠനം എപ്പോഴെങ്കിലും വെച്ച് നിർത്തിയിട്ടുണ്ടോ? ഇപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ക്വസ്റ്റ്യൻ. നിങ്ങളെ പഠനകാലം എങ്ങനെയായിരുന്നു? ഫ്രം അതെ, ഞാൻ BBA കഴിഞ്ഞു, പിന്നെ MBA എടുത്തിരുന്നു. IBA എടുത്തത്, ഇൻ്റർനാഷണൽ ബിസിനസ് ചെയ്തത്. സെയിമ ഞാൻ എൻജിനീയറിംഗ് ആയിരുന്നു, അത് ഡ്രോപ്പ് ഔട്ടായി. പിന്നെ ഞാൻ എൻ്റെ ഒരു നേരെ തന്നെ ഉണ്ട്. ഞാൻ BA ഇംഗ്ലീഷ് ആയിരുന്നു, BBA ആയിരുന്നു, പിന്നെ ജാമിയ സ്കൂളിൽ കോളേജിൽ. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ബേബി ആയപ്പോൾ ഞാൻ നേരെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുത്തു. അത് ഞാൻ BA ഇംഗ്ലീഷാണ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിസ്റ്റൻ്റ് ആയിട്ട് തന്നെ PG കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു നിര തന്നെ ഉണ്ട്, ഡ്രോപ്പ് ഔട്ട് ചെയ്ത 2 കോഴ്സുകളും ഉണ്ട്. കാരണം എൻ്റെ റെഗുലർ ക്ലാസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. കാരണം റെഗുലർ ക്ലാസ് ആകുമ്പോൾ അറ്റൻഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എക്സാം എഴുതാൻ പറ്റില്ലല്ലോ. ബട്ട് 2 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തത്. ബട്ട് ഇതിൻ്റെ ഇടയിൽ കൂടി അതേ പറഞ്ഞത് എൻ്റർപ്രണർഷിപ്പ് ജേണി. സത്യം പറഞ്ഞാൽ എഡ്യൂക്കേഷനിലൊന്നും കാര്യമില്ല. കാരണം ഞാനിപ്പോഴും പെർഫെക്ഷൻ ആയിട്ടുള്ള ഒരാളല്ല. നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു കാര്യത്തിനും നമ്മൾ തുടർന്ന് പഠിക്കാൻ തന്നെ ഉള്ളൂ. എപ്പോഴും നമ്മൾ ആ പഠിച്ച ഫീൽഡ് തന്നെ നമുക്ക് അതിൽ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരിക്കലും നമുക്ക് കഴിയില്ല. നമുക്ക് അങ്ങനൊരു നോളേജ് ഇല്ല. നമ്മൾ തുടർന്ന് ഏതൊരു ഫീൽഡാണെങ്കിലും നമുക്ക് തുടർന്ന് പിന്നെയും പഠിക്കണം. അതിന് പഠിച്ചുകൊണ്ടിരിക്കണം. പുതിയ പുതിയ ഇന്നോവേഷൻസും അതേപോലെ പുതിയ പുതിയ കാര്യങ്ങളും ആയിരിക്കും നമ്മൾ വരുന്ന ഫീൽഡിൽ ഉണ്ടാവുക. അപ്പോൾ സ്ഥിരം എനിക്ക് പഠിക്കായിട്ട് കൊട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുക എന്നല്ലേ തന്നെ ഉള്ളൂ. അതിൽ ഒരിക്കലും ഒരു ഡിഗ്രീൻ്റെ കാര്യമില്ല. നമുക്ക് കുറേ ഡിഗ്രി ഉണ്ടായിട്ട് കാര്യമൊന്നും ഇല്ല എന്ന് പറയില്ലേ, അതന്നെ. ഞാനും എല്ലാ മലയാളികളെയും പോലെ ഫസ്റ്റ് എഞ്ചിനീയറിംഗ് ചെയ്തിട്ടാണ് ഫിഗർ ഔട്ട് ചെയ്ത് ലൈഫിൽ എന്തെയാണെന്നുള്ളത്. അപ്പം മനസ്സിലായി ഇതല്ല എൻ്റെ ലൈഫ് എന്നുള്ളത്. കറക്റ്റ് എഞ്ചിനീയറിംഗ് ചെയ്തു, പിന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടി. ഓൾമോസ്റ്റ് ഒരു 2.5 years IT വർക്ക് ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് ഇതെല്ലാം ചെയ്യേണ്ടതെന്നുള്ളത്. വൺ തിങ് ഐ വോണ്ട് ടു ആഡ് ഇസ് ദാറ്റ് ശരിക്കും നമ്മൾ കോളേജ് കഴിഞ്ഞിട്ടാണ് ശരിക്കും ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെൻ യു ഡു എൻ ഓൺടർപ്രണർഷിപ്പ്, വെൻ യു ഡു എ ജോബ്, അപ്പോഴാണ് ശരിക്കും ആക്ച്വൽ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിഗ്രി ഈസ് മോർ സൈബ് പറഞ്ഞ പോലെ ഒരു പീസ് ഓഫ് പേപ്പറാണ്. റിയൽ ലേണിംഗ് സ്റ്റാർട്ട്സ് വെൻ യു സ്റ്റാർട്ട്സ് വർക്കിംഗ്. ഓക്കെ, സർട്ടിഫിക്കറ്റ്സിൻ്റെ ആവശ്യമില്ല ഫോർ ആൻ ഓൺടർപ്രണർഷിപ്പ്. ആവശ്യമില്ലാന്നല്ല, ഇല്ലാന്നുള്ളൂ ഞാൻ പറയുന്നില്ല. ദാറ്റ്സ് എ വെരി സബ്ജക്റ്റീവ് തിങ്. ഇറ്റ് ഡിപ്പെൻസ്. നിങ്ങൾക്കത് ഡിഗ്രി ഇല്ലാണ്ട് നിങ്ങൾക്ക് ലൈഫിൽ ഫ്ലറിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡു ദാറ്റ്. ഞാൻ പറയുമ്പോൾ എഡ്യൂക്കേഷനും ഒരു ഓൺടർപ്രണർഷിപ്പും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും, റൈറ്റ്? സോ എന്താണ് നൗറിൻ്റെ? ഞാൻ എല്ലാവരെയും പോലെ തന്നെ എഞ്ചിനീയറിംഗ് ചെയ്തു. ഐ വാസ് ഓൾസോ എ പാർട്ട് ഓഫ് ദാറ്റ് ട്രെൻഡ്.
ഞാൻ എഞ്ചിനീയറിംഗ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് then I figured out എനിക്ക് എഞ്ചിനീയറിംഗ് ആ ഫീൽഡിലല്ല വർക്ക് ചെയ്യേണ്ടത്. സോ അത് കഴിഞ്ഞിട്ട് ഐ വർക്ക് ഇൻ മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസ്, ഏവിയേഷൻ ഇൻഡസ്ട്രി. പിന്നെ എനിക്ക് HR ആ ഒരു ഭാഗത്തോട് കുറച്ച് താല്പര്യം തോന്നി. then I had my career in HR. അത് കഴിഞ്ഞിട്ട് പിന്നെ FemiSafe. So as Naseef said, it's not necessary that you will flourish only with a degree, but ഉണ്ടെങ്കിൽ well and good. But അതില്ലെങ്കിലും if you have the passion and all, you can do something in your life. അല്ല, ഞാൻ എപ്പോഴും പറയല് എഡ്യൂക്കേഷൻ എന്തായാലും വേണം. അതൊരു ബേസ് ആയിട്ട്, അത് ലെറ്റ്സ് സേ ഒരു അസറ്റായിട്ട് നമ്മളെപ്പോഴും കൈ വെക്കേണ്ടത് ഒരു കാര്യം. എക്സാക്ട്ലി. ഇപ്പം ഞാൻ പക്ഷെ വേറൊരു കോമഡി ഉണ്ട്. ചില നമ്മുടെ മലബാറിലുള്ള ഫാമിലീസിൽ മിക്ക ആളുകളും +2 കഴിഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞാൽ ദുബായിലേക്ക് പോകുന്നു. അപ്പോൾ അതിൽ പെട്ട ഒരാളാണ് ഞാൻ. എന്നാൽ 19ാമത്തെ വയസ്സിൽ +2 കഴിഞ്ഞിട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് 1 ഇയർ ഡിപ്ലോമ എടുത്ത് നേരെ ദുബായിലേക്ക് പോകേണ്ടി വന്നു. ഇതേ പറഞ്ഞ പോലെ അന്ന് 5 വർഷം അവിടെ വർക്ക് ചെയ്തു. പിന്നെ ഞാൻ ഓണ്ടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നേരെ തിരിച്ചു വന്നിട്ടാണ്. 2019 തിരിച്ചെത്തി. ഇതേ പെരിന്തൽമണ്ണയിലാണ് നമ്മുടെ ബിസിനസ് തുടങ്ങിയത്. സോ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഇരിക്കാൻ പറ്റുന്നതിന് വലിയൊരു ഗുണമാണ്. സോ എൻഡ് ഓഫ് ദ ഡേ ഇത് പറഞ്ഞ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. ലെറ്റ് സ്റ്റാർട്ട്, എന്തായിക്കോട്ടെ. സൈലത്തിൻ്റെ അനന്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ലെറ്റ് സ്റ്റാർട്ട്. അപ്പം നമ്മൾ തുടങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഐ തിങ്ക് ഓണ്ടർപ്രണർഷിപ്പിൽ. പിന്നെ പഠിക്കുക, നേരത്തെ സൈമ പറഞ്ഞ പോലെ തന്നെ ഡെയിലി ഡേ ടു ഡേ നമ്മൾ പുതിയ ടെക്നോളജി, പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ അനീഷേട്ടൻ ഓപ്പൺ ഇപ്പോൾ ഇവിടെ പറഞ്ഞു, നമുക്ക് ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്കൊരു വെബ്സൈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് AI ടെക്നോളജി ഡെവലപ്പ് ആയിട്ടുണ്ട്. സോ ഇപ്പോഴും ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ ഏജൻസികളെ സമീപിക്കുന്ന ആളുകൾ നമ്മെ സമീപിക്കാറുണ്ട്, നമ്മളുടെ കൊട്ടേഷൻ കൊടുക്കാറുമുണ്ട്. പക്ഷെ എന്നാലും അഡ്വാൻസ്ഡ് ആണ്. പക്ഷെ അതുപോലും സെൽഫായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരുപാട് ഏർണിങ്സ് നമുക്ക് അതിലുണ്ടാവും, സേവിങ്സ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഡേ ബൈ ഡേ ലേൺ ചെയ്താൽ യു ക്യാൻ ഹാവ്. ഒരിക്കലും എല്ലാം തികഞ്ഞിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ പറഞ്ഞിട്ട് ഒരിക്കലും നിൽക്കരുത്. ഐഡിയാസ് ആർ നോട്ട് ഫുള്ളി ഫോംഡ്. നിങ്ങൾ അതിലേക്ക് ആക്ഷൻസ് എടുക്കുമ്പോഴാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ കൂടെ വന്നോളും. ഞാനിപ്പോഴും നേരത്തെ ഞങ്ങൾ അവിടുന്ന് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ് ഒന്നിനും വേണ്ടി നമ്മൾ എല്ലാം റെഡി ആവണം, എന്നിട്ട് ഒരു കാര്യം തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഇരിക്കരുത്. മിസ്റ്റേക്സ് ക്യാൻ ഹാപ്പൻ. നമുക്ക് നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അതൊക്കെ എന്തായാലും ഇതിൻ്റെ ഒരു പാർട്ടാണ്. ഇൻ ഫ്യൂച്ചർ വി ഷുഡ് നോട്ട് റിഗ്രറ്റ്. അതായത് നമുക്ക് എന്താ വരുന്നത്, ഭാവിയിൽ നമുക്ക് മേ ബി വെൻ വി ഗെറ്റ് ഏജ് ആൾസോ വി ഷുഡ് നോട്ട് ഫീൽ ലൈക്ക് നമുക്ക് അന്ന് ആ സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. പോയ കാലം പിന്നെ ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടുന്നതല്ല. പിന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വയസ്സാവും തോറും ഒന്നും ചെയ്യാതിരിക്കലാണ് ലൈഫിൽ ഏറ്റവും വലിയ റിഗ്രറ്റ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളതാണല്ലോ ഈ പറഞ്ഞ പോലെ. സോ എനി അതർ ക്വസ്റ്റ്യൻസ് ഫ്രം ഓഡിയൻസ് സൈഡ്? യാ പ്ലീസ് ഹാൻഡ് ഓവർ ദ മൈക്ക്. ഞാൻ പാരൻറ്റിംഗ് സെക്ഷനിലേക്കൊന്ന് പോവാണ്. കാരണം ഇപ്പോൾ ഒരു ബിസിനസ് ഫാമിലിയുടെ മക്കളെ ബിസിനസ്സുകാരായിട്ട് തന്നെ വളർത്തിക്കൊണ്ടിരണോ, അതിന് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അതോ ഈ പാഠ്യപദ്ധതികൾ മാത്രം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുകയാണോ, അതോ അവർ ഭാവിയിൽ ഒരു ബിസിനസ്സുകാരാവണം എന്നുള്ള ഒരു ചിന്താഗതിയിലൂടെ വളർത്തിയെടുക്കുകയാണോ? ഓക്കെ, ഞാൻ എപ്പോഴും പറയാം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരിക്കലും സ്കൂൾസ് വേണ്ട, അല്ലെങ്കിൽ സ്കൂൾസ് കട്ട് ചെയ്തിട്ട് നമ്മൾ, കാരണം അക്കാഡമിക്സ് എന്തായാലും വേണം. ബട്ട് ഞാൻ അതിലേറെ പ്രാക്ടിക്കാലിറ്റിയാണ് എപ്പോഴും ഞാൻ കുട്ടികൾക്കാണെങ്കിലും പഠിപ്പിക്കാറ്. ഇപ്പം ഞാൻ സൈമനോട് തന്നെ എന്താ പറഞ്ഞു, ഇനി ഇപ്പം ഇന്നയാണെങ്കിലും എൻ്റെ ഫാദർ ഒരിക്കലും നേരെ വന്നിട്ട് നീ CEO, ഇനി ഇതിൽ നീയാണ് CEO, ഈ കസാലയിൽ ഇരുന്ന് ഈ കാര്യങ്ങൾ ചെയ്തോന്ന് ഒരിക്കലും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഈവൻ ഫ്രം ദ ലോഡിങ് പോയിന്റ്, അതായത് ലോഡിങ് അല്ലെങ്കിൽ വെയർ ഹൗസിങ്, ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ തന്നെയാണ് നമ്മൾ പഠിച്ച് വരുന്നത്. അതാണ് നമ്മളീ ശീലിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ എന്തായിരിക്കണം, നിങ്ങൾ എന്ത് ചെയ്യുന്ന ബിസിനസ് ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളെ മക്കൾ ഇവരൊക്കെ ഇടയ്ക്കൊന്ന് വെൻ ദേ ഗെറ്റ് ഫ്രീ, അവർ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓഫീസിൽ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇരുത്തുക. മീറ്റിങ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ ഫോൺ കളിപ്പിച്ചിരുത്തല്ല വേണ്ടത്. വാട്ട് ഹാപ്പൻ ദർ, എന്താണ് നമ്മളവിടെ നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ. കാരണം ഇതൊരു അറ്റ്മോസ്ഫിയറാണ്. ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, ഒരു എക്കോസിസ്റ്റം, നമ്മളിപ്പോൾ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റാർട്ടപ്സിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, എന്ത് പുതിയ ബിസിനസ്സും പുതിയ ആശയങ്ങൾ കൊണ്ടുവരണം, സ്കെയിൽ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ നിങ്ങൾ ഫാമിലിയിൽ നിങ്ങൾ വീട്ടിലാവുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു ഒരു മൈൻഡ് സെറ്റും ഇതൊക്കെയാണ് കുട്ടികൾക്കും കൊടുത്തു കൊടുക്കേണ്ടത്. ദെന്നോളി, അല്ലാതെ നമ്മൾ റാൻഡമായിട്ട് നമ്മൾ വേറെ എൻ്റർടൈൻമെൻറ്റ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ കുട്ടികൾക്ക് ഇതൊക്കെ അറിയണം എന്ന് പറഞ്ഞാൽ ഇറ്റ് വോണ്ട് ബി പോസിബിൾ. നമ്മൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഇതിനു വേണ്ടി ചെയ്തു കൊടുക്കുന്നേ വേണ്ടത്. ദെൻ ദേ വിൽ ഡെവലപ്പ് ഫോർ ഷുവർ. നസീഫ് എന്തെങ്കിലും ഷെയർ ചെയ്യാം? സൈമ? Yeah, he comes from a business family, so I think he'll also have some. നമ്മൾ ചെറുതിലേ അത് കാണുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായാലും നമ്മളിൽ ഉണ്ടാവും. എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ എൻ്റെ ബെനിഫിറ്റ് ഇത് റിസ്ക് എടുക്കാനുള്ള ധൈര്യമാണ്. കാരണം ഞാൻ കാണുന്ന ഫാമിലിയിൽ പല ആൾക്കാരും ബിസിനസ് തുടങ്ങി, എന്നിട്ട് അവർ കംപ്ലീറ്റ്ലി ബിസിനസ് പൊട്ടിയിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്ന കുറേ സിറ്റുവേഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഐ നോ ദാറ്റ്
ഒരു പ്രാവശ്യം ഫെയിൽ ആയാലും പിന്നെ സക്സസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആ ധൈര്യം എനിക്ക് വന്നത് അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്ന് വന്നുകൊണ്ടാണ്. യെസ് ഒരു ബിസിനസ് ഫാമിലി എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ എൻ്റെ നേരെ തിരിച്ചാണ്. ഞാനാണ് എൻ്റെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഫസ്റ്റ് ഓൺട്രപ്രണർ. അപ്പോൾ ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ABCD അറിയാതെ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. പക്ഷേ ഒബ്വിയസ്ലി നിങ്ങളെപ്പോലെ ഇപ്പം നിങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ എൻ്റെ ഉപ്പ ഒരു കൂലിപ്പണിക്കാരൻ. ഇപ്പോഴാണ് എൻ്റെ ഉപ്പ, ഞാൻ തുടങ്ങിയതിന് ശേഷമാണ് ഉപ്പ ഒരു ചെറിയൊരു സ്ഥാപനം തുടങ്ങിയത്. അപ്പോൾ ആൾക്കിപ്പോഴാണ് ധൈര്യം തുടങ്ങി. ഓക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൾച്ചറാണ് നമ്മൾ ഈ പറഞ്ഞ മാതിരി. എല്ലാതും നമ്മളെങ്ങനെ ഹൗ വി സറൗണ്ട്, നമ്മളെ സറൗണ്ടിങ്ങിനനുസരിച്ചിട്ടായിരിക്കും നമ്മളെ മൈൻഡ് സെറ്റ്, നമ്മളെ കാര്യങ്ങളൊക്കെ. ഈവൻ യുവർ ഫ്രണ്ട് സർക്കിൾ ആൾസോ. ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളെ കൊണ്ടൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഞാൻ എന്ത് ചെയ്യും, ഇപ്പോൾ ഈവൻ ഷോപ്സിൽ റൺ ചെയ്യുന്നവരാണെങ്കിലും ഞാൻ അവരോട് പറയും ഈ ഷോപ്പിൽ മാത്രം നിന്നാൽ പോരാ, വി വാണ്ട് ടു വാട്ട് എവർ എന്തിലാണോ. പിന്നെ ഞാൻ ഒരിക്കലും ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ ബിസിനസ് ചെയ്യുന്നവരും അല്ലെങ്കിൽ ഫാമിലി ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ആദ്യം നിങ്ങളെ സെൽഫായിട്ടൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. നിങ്ങളെ സറൗണ്ട്, അതായത് വാട്ട് യു ക്യാൻ സ്കെയിൽ, എന്തിലാണ് നിങ്ങൾ എക്സ്പേർട്ട് ഉള്ളത് അതിനെ സ്കെയിൽ ചെയ്യാൻ തന്നെയാണ് മാക്സിമം നോക്കേണ്ടത്. അല്ലാതെ മറ്റൊരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങിയല്ല ഇന്നൊരാൾ ഇന്നത് ചെയ്തു നമുക്കും വി ക്യാൻ ഫോളോ ദ സെയിം പാത്ത് ഒരിക്കലും ആവരുത്. ഒരു വൺ മോർ ക്വസ്റ്റ്യനും കൂടി ഇവിടെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. യെസ് പ്ലീസ്, അവർക്കൊരു മൈക്ക് ഒന്ന് കൊടുക്കും. ലാസ്റ്റ് ഞാൻ ആഷിഖ്, KMCT ലോ കോളേജ് സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പം ലൈഫ് പാർട്ട്ണറുമാണ്, അതുപോലെ തന്നെ ബിസിനസ്സിലും പാർട്ട്നേഴ്സാണ്. അപ്പം ആദ്യം 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ആദ്യം നിങ്ങൾ ലൈഫ് പാർട്ട്ണർ ആണോ ആവുന്നത് അതോ ബിസിനസ്സിലാണോ പാർട്ട്ണർഷിപ്പിലേക്ക് എത്തുന്നത് എന്നുള്ളത്? അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണോ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ലൈഫ് പാർട്ട്ണർ തന്നെയാണ് ബിസിനസ്സിനും പാർട്ട്ണർ ആവേണ്ടത് എന്നുള്ളൊരു ഇതിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ബിസിനസ് ചെയ്യുന്ന ആൾ മാത്രമാണോ വിജയിക്കുന്നത് എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം. IT നല്ലൊരു ജോലി ഉണ്ടായിരുന്നു 2 പേർക്കെന്ന് പറഞ്ഞു. അപ്പം പിന്നെ എങ്ങനെയാണ്, എന്താണ് അത് ഉപേക്ഷിക്കാനുള്ള ഒരു ത്വര വരാനുള്ളൊരു കാരണം എന്നുള്ളത്? അതായത് ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ, ബിസിനസ് ചെയ്യുന്നവർ മാത്രമാണോ വിജയിച്ചത് എന്നുള്ളതാണ്. To answer your first question, so എൻ്റെ നസീഫിൻ്റെ കേസിൽ വി വർ കപ്പിൾ ഫേസ്റ്റ്, എന്നിട്ടാണ് നമ്മൾ ഫെമിസേഫ് തുടങ്ങിയത്. നമ്മൾ എൻഗേജ്ഡ് ആയ സമയത്തായിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് പ്ലാനിങ് ആർ വെഡിങ്, വി വർ പ്ലാനിങ് ഓൺ ആർ സ്റ്റാർട്ടപ്പ്. സോ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു അവിടെ നമുക്ക് ഫീൽ ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി കപ്പിളാകുമ്പോൾ നമ്മൾ പല ലെയേഴ്സും നമ്മൾ ഓപ്പൺ അപ്പ് ആവും ടുവേർഡ്സ് ഈച്ച് അതർ. സോ ദാറ്റ് ആക്ച്വലി ഹെൽപ്ഡ് us ഫീൽ ദാറ്റ് ഓക്കെ വി ബോത്ത് ക്യാൻ റൺ എ ബിസിനസ് ഓൾസോ ടുഗെദർ. സോ അങ്ങനെയാണ് നമ്മളെ സ്റ്റോറി. പിന്നെ I do not believe that only business people will be successful, because I am a great believer of the fact that there should be people who do jobs also. അല്ലാണ്ട് നമുക്കായാലും അല്ലെങ്കിൽ നദീമിനായാലും അവർക്കൊന്നും ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ല. ബിസിനസ് ഓണേഴ്സ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ആൻഡ് ആസ് ബിസിനസ് ഓണേഴ്സ് യു കാൺട്ട് ഓൾവേസ് സിറ്റ് ഇൻ ദി ഓഫീസ് ആൻഡ് വർക്ക്. സോ യു നീഡ് എ വെരി എന്താ പറയുക എക്സ്പെർട്ടായിട്ടുള്ള ടീം എന്തായാലും വേണം. സോ ഒബ്വിയസ്ലി യു ക്യാൻ ബി സക്സസ്ഫുൾ ഇൻ ബോത്ത് ദ വേസ്. പക്ഷേ the risk factor in business is much more. റിസ്ക് കൂടുന്തോറും റിവാർഡും കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ പല ബിസിനസ്സിലെ ആൾക്കാരും യു സീ ദാറ്റ് ദേ ബിക്കം റിച്ച് മേ ബി ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. ചിലപ്പോൾ ജോബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രോത്ത് ചിലപ്പോൾ കുറച്ച് സ്ലോ ആയിരിക്കും. ബിക്കോസ് ഓഫ് കോഴ്സ് നമ്മൾ റിസ്ക് കൂടുതൽ എടുക്കുമ്പോൾ നമുക്ക് റിവാർഡും കൂടുതൽ വേണമല്ലോ. ബിക്കോസ് പണ്ടൊക്കെ ഞാനിങ്ങനെ ഈ അംബാനിയുടെ ഈ സ്റ്റോറീസ് ആയാലും വാട്ട് എവർ, ലൈക്ക് വെൻ ഐ യൂസ് ടു ഹിയർ ദ ന്യൂസ് ഐ ലൈക്ക് ഇവരെന്തിനാ ഇത്ര കുറേ പൈസ ചിലവാക്കുന്നത്. ബട്ട് നൗ ആഫ്റ്റർ സ്റ്റാർട്ടിങ് എ ബിസിനസ് ഐ റിയലൈസ് ദാറ്റ് ദേ ആർ ടേക്കിംഗ് സോ മച്ച് ഓഫ് റിസ്ക്. സോ അവർക്ക് അത്രയും പൈസ, ഇറ്റ് മേക്സ് സെൻസ് ദാറ്റ് ദേ ആർ സ്പെൻഡിങ് സോ മച്ച് മണി. സോ ജോബ്സ് ഓഫ് കോഴ്സ് ജോബ് ചെയ്യുന്ന ആൾക്കാർക്കും സക്സസ്ഫുൾ ആവാം. ജസ്റ്റ് ഓൺലി ഡിഫറൻസ് ഇസ് റിസ്ക് ടു റിവാർഡ് റേഷ്യോ ബിസിനസ്സിൽ ഐ തിങ്ക് കുറച്ചും കൂടി കൂടുതലാണ്. ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ, ജോബിൻ്റെ ആണത്തിൽ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അൻസർ എന്നാണ് പേര്, എൻ്റെ ഒരു മെൻറ്റർ കൂടിയാണ്. ഹീസ് വർക്കിംഗ് ഇൻ എ US ബേസ്ഡ് ഹെൽത്ത് കമ്പനിയാണ്, IT കമ്പനിയാണ്. സോ അതിൻ്റെ പേര് മാക്സിമസ് എന്നാണ്. ആൾ അതിന് മുമ്പ് ഒപ്റ്റിമിക്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ടെക്നിക്കൽ ആർക്കിടെക്റ്റ് ആയിട്ട് IT ചെയ്താണ്. അന്ന് ആൾക്ക് ഏർണിങ്സ് പെർ മന്ത് 3 to 5 lakhs ആണ് എന്ത് വരുന്നത്, ആവറേജ് പെർ മന്ത് സ്കെയിലുള്ളത്. ഇപ്പോൾ മാക്സിമസിലേക്ക് അവരെ ഒപ്റ്റിമിക്സിനെ അക്വയർ ചെയ്ത സമയത്ത് അവർക്ക് സ്റ്റേക്ക് കൂടി കിട്ടി. സോ ഹി ഗോട്ട് ബോണസ് ആൻഡ് പ്ലസ് അവരുടെ സ്റ്റേക്സ്. ഇപ്പം ജോബിൽ നമ്മൾ അത്യാവശ്യം നല്ല സ്കിൽഡായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി ആ കമ്പനീൻ്റെ കൂടെ നമുക്കും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് എ റിയാലിറ്റി. നോട്ട് ജോബ്, നോട്ട് ഓണ്ടർപ്രണർഷിപ്പ്, ലെറ്റ്സ് ഡു സംതിങ്. അതായത് ഈ ഇപ്പോൾ സൽമാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെ ബിസിനസ് ഒരിക്കലും ഞങ്ങൾ മാത്രമല്ല, വി ഹാവ് എ കോർ ടീം എന്ന് പറഞ്ഞാൽ ഇതിൽ അവർക്കും നമ്മൾ സ്റ്റേക്സോ ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് വേണം നിങ്ങൾ സ്കെയിൽ ചെയ്യാൻ. കാരണം നമ്മൾ മാത്രം പൈസ ഉണ്ടാക്കുക, ബാക്കി നമ്മളെ കൂടെ നിൽക്കുന്നവരൊന്നും പൈസ ഉണ്ടാക്കിയത് ഒരിക്കലും എല്ലാവരും ഇറ്റ്സ് എ ടീം വർക്ക്. ഞാനെപ്പോഴും പറയാറ്, നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും ദേ ഷുഡ് ഗെറ്റ് സംതിങ്. അതായത് എന്നാൽ തന്നെ എല്ലാവരും
എൻഗേജ് ആയി ഇതിനൊക്കെ So വളർത്തുള്ളൂ. thank you guys. Thank you very much for the thank you. Yeah, one more question ഉണ്ടല്ലേ? Okay, sorry. Just 1 minute please. അവർ കുറച്ച് മുമ്പേ എഴുന്നേറ്റതാണ്. Please. ഹലോ You clear on the question, sir? Yeah, Please. Last one ആണ്. ഈ ഓണ്ടർപ്രണർഷിപ്പിൽ ബേസിക്കലി പറഞ്ഞ ഒരു കാര്യം കോ ഫൗണ്ടേഴ്സ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഇതിൻ്റെ പരാജയത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുതിയ AI യുഗത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന ഒരു സ്കിൽ അക്വിസിഷനാണ് ഈ സർവൈവൽ മന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ പാർട്ട്നേഴ്സാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് സ്കില്ലുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇവിടെ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാകുമ്പോൾ, അതായത് ഇപ്പോൾ നമുക്കറിയാം അപ്പ് സ്കില്ലിങ് റീസ്കില്ലിംഗ് ഒക്കെ നടത്തുമ്പോൾ ഈ ഞാനിപ്പോൾ കണ്ടത് ഇപ്പോൾ ഒരേ ഇതിൽ തന്നെ ഓരോ ഡോക്ടേഴ്സ് തന്നെ, ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റുകാരുണ്ട് ഡോക്ടേഴ്സ്, അവരൊരു ഫേം തുടങ്ങുന്നു, അവർ അത് ഭംഗിയായിട്ട് ഹോസ്പിറ്റലിൽ നടത്തുന്നു. കൺസൾട്ടേഷൻ വരുമ്പോൾ ഒരാൾക്ക് കൂടുതൽ വരുന്നു, ഒരാൾ കുറച്ചുകൂടി സ്കില്ല് കൂടുന്നു. അപ്പോൾ ഒരു ഈഗോ ക്ലാഷും ഈഗോ അവിടെ ജനറേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രശ്നങ്ങളിലേക്ക് വരുന്നു. അങ്ങനെയൊക്കെ വന്നാൽ എങ്ങനെ അതിനെ തരണം ചെയ്യാം? അതിന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പറഞ്ഞു തരാൻ, നമുക്ക് പറഞ്ഞു തരാൻ എൻ്റെ ഒരു ആൻസർ ഈഗോ ഇല്ലാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഇതിൽ ഏറ്റവും നല്ലത് ഈ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മൈൻഡ് സെറ്റാണ്. ഞാനാണ് വലുത് അല്ലെങ്കിൽ ഈയാണ് വലുത്. നമ്മളെ മൈൻഡിൽ ഇപ്പോൾ നമ്മളൊരു പാർട്ട്നേഴ്സ് ആകുമ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുമ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടത്? നിങ്ങളെ കൂടുതൽ പാർട്ട്ണറിനെക്കാളും ഞാനാണ് വലുത് അല്ലെങ്കിൽ അവനാണ് വലുത്. ഈ ഈഗോ ക്ലാഷസ് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ തീരും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ തിങ്കിങ് ഷുഡ് നോട്ട് ബി ഫ്രം അവർ സൈഡ്. നമ്മൾ അവരുടെ സൈഡിൽ നിന്ന് തിങ്ക് ചെയ്യാൻ നോക്കുമ്പോൾ അത് കപ്പിൾ എൻ്റർപ്രണർഷിപ്പ് ആയിക്കോട്ടെ, ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ആയിക്കോട്ടെ, ഈ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കും. അല്ലാതെ ഞാൻ കൂടുതൽ വർക്ക് ചെയ്യുന്നു. ബേസിക്കലി പേഴ്സണൽ ലൈഫിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ കീപ്പ് ചെയ്താൽ തന്നെ നമ്മളെ ബിസിനസ് ലൈഫ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. കാരണം ആ ഒരു പേഴ്സണൽ ലൈഫിലുള്ള കോൺഫ്ലിക്റ്റ് നമുക്ക് എത്രയോ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്തും അത് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുമെങ്കിൽ ബിസിനസ് ഇസ് വെരി ഈസി. കാരണം ആ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ഇടയിലാണ് നമ്മൾ അതെല്ലാം മൂവ് ഓൺ ചെയ്യണത്. അതൊരു ഡെവലപ്മെൻറ്റ് തന്നെ ആയിരിക്കും. കാരണം ഒരിക്കലും ഒരു ടാസ്കിൽ നമുക്ക് 2 അഭിപ്രായം എന്തായാലും ഒരു പാർട്ട്നേഴ്സിൻ്റെ ഇടയിലുണ്ടാവും. ആ 2 അഭിപ്രായത്തിൽ നിന്ന് ഒന്ന് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആ റൈറ്റ് പാത്ത് നമ്മൾ ചൂസ് ചെയ്യുന്നിടത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ തന്നെയാണ് ആ ഒരു ഗ്രോത്ത് നമുക്ക് ഉണ്ടാവുക. എക്സാക്ട്ലി. എൻ്റെ പോയിന്റ് എന്താ വെച്ചെങ്കിൽ നമ്മളിപ്പോൾ ഇൻറ്റേർണലി ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം HR പ്രൊഡക്റ്റൊക്കെ നൗറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെ ഫൈനൽ കോൾ എടുക്കുന്ന നൗറിനായിരിക്കും. ഞാൻ എപ്പോഴും സജഷൻസ് കൊടുക്കും. ഇതാണ് എൻ്റെ സജഷൻ, ഷീ ടേക്സ് ദ ഫൈനൽ കോൾ. അതുവഴി നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എല്ലാ ഡിസിഷൻസും ഒരേ ഡിസിഷൻ രണ്ടാൾ എടുക്കുന്ന 2 പെർസ്പെക്റ്റീവ് ആയിരിക്കും. എപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ദ ഈസിയസ്റ്റ് തിങ് യു ക്യാൻ ഡു ഈസ് ഡിഫൈൻ യുവർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. പിന്നെ ചില ആൾക്ക് ഇൻഹെറൻ്റ്ലി സ്ട്രെങ്ത് ഉണ്ടാവും. Naureen is good with people, so she is dealing with HR. I'm better with finance, so I'm dealing finance. There should be one leader. Correct. അപ്പോൾ ആരാണ് എന്തിനാണ് നല്ലത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് സ്കിൽ സെറ്റ് മനസ്സിലാക്കിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഒരു പരിധിവരെ കോൺഫ്ലിക്റ്റ് ഇതാവും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ഏത് ഡിസിഷൻ എടുക്കുന്നത് വരെയും ഇറ്റ്സ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. വൺസ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. മ്യൂച്വലി ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് ഡിസിഷൻസ് എടുത്താൽ ആസ് എ കമ്പനി എടുത്ത് ഫെയിൽ ആയെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പിന്നെ മ്യൂച്വലി ബ്ലെയിം ചെയ്യരുത്. whatever you have to do, you have to take it before you finalize the decision. അതാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിസിഷൻ എടുത്തിട്ട് നാളെ എന്ത് പറയാൻ പാടില്ല. അത് അന്ന് ഈ പറഞ്ഞിട്ടുകൊണ്ടാണല്ലോ ഈ ഡിസിഷൻ എടുത്തത്. ഇന്നിപ്പോൾ ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്യാൻ വൺസ് ട്രൈ ചെയ്യാം. മേ ബി ഫെയിലേഴ്സ് ഉണ്ടാവും. സോ ഈഗോലെസ് ആവുക എന്നുള്ളതാണ് എൻഡ് ഓഫ് ദ ഡേ. ദാറ്റ്സ് ആൻസർ, റൈറ്റ്? ടൈം കഴിഞ്ഞതുകൊണ്ട് Thank you very much. And I'm pretty much very interesting ആയിട്ടുള്ള speakers and like they have a lot to share about their entrepreneurial journey. You would have a lot more questions and I guess you would all be available off the stage as well, right? All right.